ഒരു സംവാദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സംവാദമാകുമ്പോൾ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ ഒക്കെ ഉണ്ടാവണം. ആ സംവാദത്തിൽ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കണം. ആ പരിഹാരം നടപ്പാക്കണം. അത്ര വലിയ വ്യാമോഹത്തോടു കൂടിയൊന്നുമല്ല ഈ സംവാദം ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ സമാന ചിന്താഗതിക്കാരായ കുറച്ച് പേരാണ്. നമ്മുടെ ഈ സോക്കോൾഡ് സെലിബ്രിറ്റി സമൂഹത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ആളുകളല്ലെങ്കിൽ പോലും അവരവരുടെ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും സ്പഷ്ടമായി തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന 4 സുഹൃത്തുക്കളാണ് ഇന്ന് ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുഖവുരയൊന്നുമില്ല, ഞാനതിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഉന്നത ബൗദ്ധിക നിലവാരം പുലർത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു ഗ്ലോബൽ ഡെമോക്രസി സമ്മിറ്റ് എന്നാണ് ശ്രീ രാംദാസ് പറഞ്ഞത്. അവരുടെ ഒരു 2ാമത്തെ സെഷനാണിത്. തിരുവനന്തപുരത്ത് അവർ മാധ്യമവും ജനാധിപത്യവും എന്നുള്ള വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. അതിൻ്റെ 2ാമത്തെ സെഷനാണ് ഇവിടെ ഡെമോക്രസി ആൻഡ് ജെൻഡർ, ലിംഗഭേദവും ജനാധിപത്യവും എന്നുള്ളത്. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് യു പ്രദീപ് എന്നാണ്. 30 വർഷമായിട്ട് മാധ്യമരംഗത്തുണ്ട്. സെലിബ്രിറ്റി ഒന്നുമല്ല. ഒരുപാട് കാലം ചാനലുകളിൽ വാർത്ത വായിച്ചിരുന്നു, പല മാധ്യമങ്ങളിലും. ഇപ്പോൾ 24 എന്ന് പറഞ്ഞ ചാനലിൽ റിസർച്ച് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ച് ചെറിയൊരു ആമുഖം പറഞ്ഞുകൊണ്ട് നമുക്ക് സംവാദത്തിലേക്ക് കടക്കാം. ശീതൾ ശ്യാമിനെക്കുറിച്ച് ഒരുപക്ഷെ ആർക്കും മുഖവര ആവശ്യമില്ല. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായിട്ട് കേരള സമൂഹത്തിൽ വിവിധ വിഷയങ്ങളിൽ വളരെ സചേതനമായി ഇടപെടുന്ന ഒരു എക്സാജറേറ്റ് പറയുന്നതല്ല, ജ്വലിക്കുന്ന നക്ഷത്രമാണ് ശീതൾ ശ്യാം ഇടപെട്ടിട്ടുള്ള മേഖലകളിലെല്ലാം അവർ ഒരിക്കലും മുന്നോട്ട് വെച്ച സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ശീതൾ ശ്യാമിനെ പോലുള്ള ഒരാൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വിഷയം, കാലികമായ ഈ വിഷയത്തിന് കൂടുതൽ പ്രസക്തി ഏറുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ജെൻഡർ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ രാംദാസ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മുടെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമേറ്റ ഉടനെ പറഞ്ഞത് ഗോഡ് ക്രിയേറ്റഡ് മാൻ ആൻഡ് വുമൺ, അത്രേ ഉള്ളൂന്നാ. മാൻ ക്രിയേറ്റഡ് മാൻ ആൻഡ് വുമൺ ആണോ? അല്ല. ഇവിടുത്തെ ഏതൊരു കൊച്ചുകുട്ടിക്കും, പക്ഷേ കുറച്ചുകൂടി പ്രബുദ്ധരായ നമ്മുടെ നാട്ടിലെ ഏതൊരാൾക്കും അറിയാം അങ്ങനെയല്ല. അതിൽ കൃത്യമായ വിവേചനത്തിൻ്റെ രാഷ്ട്രീയമാണ് അയാൾ ഛർദ്ദിച്ചു വിട്ടത്. അയാൾ എന്നൊക്കെ പറയാൻ പാടുമെന്നറിയില്ല, അമേരിക്കൻ പ്രസിഡൻ്റാണ്. നമ്മളൊക്കെ ഇപ്പോഴും അടിമകളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വർഗത്തിൻ്റെ പ്രതീകം. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് തന്നെ പറയണം. ട്രാൻസ്ജെൻഡേഴ്സ് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു സംവാദത്തിൽ ഏറ്റവും പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അത് വിയോജിക്കാം. ഇനി അഞ്ജന ജോർജിനെ കുറിച്ച് പറയുന്നത് മാധ്യമപ്രവർത്തകയാണ്, ചലച്ചിത്രകാരിയാണ്, നിരൂപകയാണ്, അവർ അധ്യാപികയാണ്, ഡിജിറ്റൽ സ്ട്രാറ്റജിസ്റ്റായിട്ട്, അതുപോലെ പല സിനിമകൾക്കും സ്ക്രിപ്റ്റ് അഡ്വൈസറായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ഗ്ലോറിഫൈഡ് കുറേ ജോലികൾ ചെയ്യുന്നതിനിടയിലും തൻ്റെ ഈ സമൂഹത്തിലെ ചുരുങ്ങിയ സമയത്തിൽ എന്തൊക്കെ ഇടപെടലുകൾ നടത്താമെന്നും എങ്ങനെയൊക്കെ പ്രതികരിക്കാമെന്നും ഒരു മാധ്യമപ്രവർത്തക, കുറച്ച് മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മാധ്യമപ്രവർത്തകർ ഒരു പക്ഷം ചേരരുത്, ഒബ്ജക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ളത്. ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ ഈ ഒരു രംഗത്ത്, പ്രത്യേകിച്ച് ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിൽ അവരുടെ പങ്ക് വളരെ നിർണായകമാണ്. ഡോക്ടർ ബിജു കുന്നത്താൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മഹാരാജാസ് കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഫിലോസഫിയാണ് വിഷയം. നമ്മുടെയൊക്കെ സ്വപ്ന ക്യാമ്പസായ JNU പ്രോഡക്റ്റാണ്. JNUവിലാണ് അദ്ദേഹം പഠിച്ചു വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനിയുള്ള ഒരാൾ സുധിയാണ്. സുധി കോഴിക്കോട്, അല്ലെങ്കിൽ സുധി ബാലുശ്ശേരി, ഇപ്പോൾ സുധി കാതൽ എന്നൊക്കെ അറിയുന്നത്. കാതൽ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം ഞങ്ങളുടെ കൂടെയൊക്കെ ഒരു സ്വപ്നവും സന്തോഷമാണ് സുധി ഇങ്ങനെ സിനിമാ രംഗത്തേക്ക് ഉയർന്നു വരുന്നത്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു കലാപ്രവർത്തകൻ എന്ന രീതിയിലാണ് സുധിയെ നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നത്. ഞാനൊക്കെ ഒരു 20 വർഷം മുമ്പേ സുധിയെ പരിചയമുണ്ട്. അന്ന് സുധി PWDയിലെ ഒരു ചെറിയ ഉദ്യോഗസ്ഥനാണ്. ഒപ്പം വീട് വിട്ടിറങ്ങി നാടകം കളിച്ച് എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്ന് തെരുവോരങ്ങളിൽ അന്തിയുറങ്ങി, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിശയോക്തിയില്ല. സുധിക്കൊരു ബ്രേക്ക് ഈവൻ ടൈമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. സുധിയുടെ ആ കഷ്ടപ്പാടിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ള രീതിയിലാണ് ജിയോ ബേബി എന്നുള്ള ഡയറക്ടർ സുധിയിലെ കലാകാരനെ തിരിച്ചറിയുകയും വലിയൊരു ബാനർ, മമ്മൂട്ടി കമ്പനിയുടെ ഒരു പ്രസ്റ്റീജിയസ് ഒരു പ്രോജക്റ്റിൽ മമ്മൂട്ടിക്കൊപ്പം തുല്യമായ വേഷം ചെയ്യുകയും അത് നാട് അംഗീകരിക്കുകയും സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ പുരസ്കാരം നൽകി അദ്ദേഹം ആദരിക്കുകയും ചെയ്ത
ഒരു ചെറിയ വലിയ മനുഷ്യനാണ് സുധി. സുധിയോട് ഒരു പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. ഇങ്ങനൊരു ചർച്ചയുണ്ട്. ഒരു പക്ഷേ സുധിക്കും വരാൻ എറണാകുളത്തൊക്കെ ഉണ്ടെങ്കിൽ വന്നുകൂടെ ചോദിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് സുധി ഇവിടെ എത്തിയിരിക്കുകയാണ്. കാരണം അദ്ദേഹം അഭിനയിച്ച കാതൽ എന്ന സിനിമ ഒരു പ്രധാന വിഷയം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ലിമിറ്റേഷൻ്റെ ഒരു പ്രധാന ഇഷ്യൂ അഡ്രസ്സ് ചെയ്ത സിനിമയാണ്. മമ്മൂട്ടിയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് അത് ഏറ്റെടുത്തുകൊണ്ടും അത് വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യം നിൽക്കുമ്പോൾ തന്നെ സുധിയുടെ പെർഫോമൻസ് അതിലെ മമ്മൂട്ടിയുടെ ഒരു കാമുകിയാണോ കാമുകനാണോ എന്ന് അവർക്കറിയുള്ളൂ. ആ രീതിയിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങൾ സട്ടിലായിട്ട്, അതായത് വെറുതെ കുറേ ചിത്രങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ അതിൽ ദൃശ്യങ്ങൾ പൊലിപ്പിച്ച് കാണിക്കാതെ വളരെ ഭംഗിയായി ഇറങ്ങിയ ഒരു ചിത്രമാണല്ലോ നിങ്ങൾ കണ്ടിട്ടുള്ള കാതൽ. അപ്പോൾ ഈ 4 പേരെ കൂടി പറഞ്ഞിട്ട് ഞാനിന്ന് ഇനിയിപ്പോൾ ചെയ്യുന്നത് എൻ്റെ ചെറിയ പരിമിതമായ ഒരു ജോലിയാണ്. അത് മോഡറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർക്ക് 4 പേർക്കും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. ഈ സംവാദത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ കുറച്ച് കലഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാം എന്നുള്ളതിനപ്പുറത്ത് ഓരോരുത്തർക്കും പറയാനുള്ള വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഞാൻ നടത്താം. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാവും ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ. ഒരു 4 നോട്ട്സ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു ആദ്യമേ. ഇപ്പോൾ മിനിഞ്ഞാന്ന് നടന്ന ഒരു വിഷയം കൂടി ഞാൻ പറയാം. അത് ഓസ്കാർ അവാർഡാണ്, അക്കാദമി അവാർഡ്സ്. ആ ഓസ്കാർ അവാർഡിൽ 13 നോമിനേഷൻ കിട്ടിയ ഒരു ചിത്രമുണ്ട്. എമിലിയ പെരസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. എമിലിയ പെരസിന് 13 നോമിനേഷൻ ഓസ്കാറിന് കിട്ടിയതാണ്. ഈ വർഷത്തെ ഓസ്കാറിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിക്കുമെന്ന് ഈ ചലച്ചിത്ര ലോകം പ്രതീക്ഷിച്ചിരുന്ന ഒരു ചിത്രം. പക്ഷേ ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ 2 ചിത്രങ്ങൾക്ക് മാത്രമാണ് പുരസ്കാരം കിട്ടിയത്. കാരണം അതിൽ മുഖ്യവേഷം കൈകാര്യം ചെയ്തത് കാർല സോഫിയ ഗാഡ്കോൺ എന്ന ട്രാൻസ്ജെൻഡറാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു പ്രതിഷേധ സമരത്തെക്കുറിച്ച് ഗുസ്തി താരങ്ങൾ ഡൽഹിയിൽ എന്ത് സംഭവിച്ചു, ആ സമരത്തിന് എന്തായിരുന്നു ആ സമരത്തിൻ്റെ കാരണം, അത് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഉണ്ടോയെന്നറിയില്ല, ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരു വെറും വ്യാമോഹം മാത്രമാണ്. ജെൻഡർ നീതി എന്ന് പറയുന്നത് വെറും വ്യാമോഹമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് രചിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള നാടാണ് കേരളം. മുസ്ലിം ലീഗ് എന്നാണ് ആ പാർട്ടിയുടെ പേര്. നിയമസഭയിൽ വഴി മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാവ് KPA സലാം പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്നാണ്. ആണ് വേറെ പെണ്ണ് വേറെ. അപ്പോൾ മെക് 7 വിവാദം ഒരുപക്ഷെ നമ്മുടെ പാനലിസ്റ്റുകൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ കഴിയുമെന്ന് കരുതുന്നു. പിന്നെ കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഇറങ്ങിയ 2 ചിത്രങ്ങൾ, ഒന്ന് കാതൽ, മറ്റൊന്ന് ഫെമിനിച്ചി ഫാത്തിമ. ഈ 2 ചിത്രങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ സുധിക്കും പറയാൻ പറ്റും. പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ കൂടി ഈ ചർച്ചയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ ആഫ്റ്റർ മാത്തും, അതും നമ്മുടെ പാനലിസ്റ്റുകൾ പറയും. മറ്റൊന്ന് പഴകി പതിഞ്ഞതാണെങ്കിലും ഇപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശബരിമല സ്ത്രീ ക്ഷേത്ര പ്രവേശന വിവാദം. ഇതിലെല്ലാം നമ്മൾ ഈ സംവാദം സംഘടിപ്പിക്കുമ്പോൾ ജനാധിപത്യം നഷ്ടപ്പെടുന്ന കുറേ മേഖലകൾ, സിനിമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജനാധിപത്യം എവിടെ നിൽക്കുന്നു, പ്രശ്നങ്ങൾ എവിടെ നിൽക്കുന്നു, അത് അഡ്രസ്സ് ചെയ്യേണ്ടവർ എന്ത് ചെയ്യുന്നു. ഒരുപക്ഷെ എനിക്ക് ആദ്യം തോന്നുന്നത് എനിക്ക് ശീതൽ ശ്യാമിനെ തന്നെ വിളിക്കാം. ഇതിൽ ഏത് വിഷയമാണ് താങ്കൾ കൈകാര്യം ചെയ്യുന്നതെന്നുള്ളത് താങ്കൾക്ക് തീരുമാനിക്കാം. അതിൽ ഞങ്ങൾ ഇടപെടുന്നുമില്ല. 10 മിനിറ്റ് താങ്കളുടെ ഒരു ആമുഖ സംഭാഷണം പ്രതീക്ഷിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പരിപാടിയിൽ ഇങ്ങനൊരു സംവാദം എന്ന് പറയുന്നൊരു ഏരിയ തന്നെ ഉണ്ടായത് ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട, ഡിബേറ്റബിൾ ആവേണ്ട വിഷയം കൂടിയാണ്. എനിക്ക് ഈ വിഷയത്തിൽ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു വിഷയത്തെ. ഇപ്പം ആദ്യം സ്വാഗതം ആശംസിച്ച ആൾ സംസാരിച്ചത് അമേരിക്കൻ പ്രസിഡൻറ്റ് തേർഡ് ജെൻഡർ മനുഷ്യരെ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തും തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലാണ് തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഉപയോഗിച്ചിട്ടുള്ളത്. ട്രാൻസ് മനുഷ്യരെ സൂചിപ്പിക്കാനായിട്ട്
തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് 2014 നാഷണൽ സർവീസ് അതോറിറ്റിയുടെ പെറ്റീഷനായിട്ടുള്ള നെൽസൺ ജഡ്ജ്മെൻറ്റിൽ മലയാളിയായിട്ടുള്ളൊരു ജഡ്ജാണ് തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഉപയോഗിച്ചത്. അതല്ലാതെ ഗ്ലോബലി ഒരു വ്യക്തികളും തേർഡ് ജെൻഡർ എന്നുള്ള പദം അല്ലെങ്കിൽ ഒരു രാജ്യമോ തേർഡ് ജെൻഡർ എന്നുള്ളൊരു പദം ഉപയോഗിച്ച് വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, കാതൽ എന്നൊരു സിനിമയിൽ 2 പുരുഷന്മാർ തമ്മിലുള്ള ജെൻഡർ എന്നുള്ള വിഷയമാണ് സംസാരിക്കുന്നത്. ആ ജെൻഡർ അല്ല, ശരിക്കും സെക്ഷുവാലിറ്റിയാണ്, ലൈംഗികതയാണ്. ആ പുരുഷന്മാർ സിസ് ഹെട്രോ പുരുഷന്മാരാണെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവരുടെ സെക്ഷുവാലിറ്റി, അവരുടെ ലൈംഗികത, അതിൻ്റെ ഓറിയൻറ്റേഷൻ, അട്രാക്ഷൻ, പ്രിഫറൻസ്, ചോയ്സ്, ഇതൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ആ 2 പുരുഷന്മാർ സമൂഹത്തിന് മുമ്പിൽ പ്രശ്നക്കാരാവുന്നത്. അതാണ് ജെൻഡർ സെക്ഷുവാലിറ്റി എന്നുള്ളതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത്, അതിൻ്റെ ഒരു വ്യത്യാസം എന്നുള്ളത്. അപ്പം നമ്മൾ ഇപ്പോഴും ഈവൻ നമ്മുടെ സൊസൈറ്റി, ലോ, മാധ്യമം, കല, അങ്ങനെ പല മേഖലകളിലും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണക്കുറവ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നോളജ് സെൻസ് നമുക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് PhDയിലോ അല്ലെങ്കിൽ റിസർച്ചോ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പോലും സ്കൂൾ പാഠപുസ്തക കരിക്കുല കമ്മിറ്റിയിൽ അംഗമാണ് ഞാൻ, അംഗമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഡിസ്കഷന് ഇരിക്കുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട എന്നൊക്കെ നമ്മൾ അവർ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. ഈ ബഹുമാനപ്പെട്ട ആളുകൾ വലിയ വലിയ സ്കൂൾ മേധാവികളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വലിയ വലിയ സംഭവങ്ങളാണ്. പക്ഷേ അവരോട് ജെൻഡറിനെ കുറിച്ച് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണം, കരിക്കുലത്തിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡിസ്കഷൻ വരണം, അത് വളരെ സെൻസിറ്റീവായിട്ട് തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരം അറിവുള്ള അധ്യാപകരും ഈ അക്കാദമിയൻസും ഒക്കെ തന്നെയാണ് പറയുന്നത് ജെൻഡർ എടുക്കുന്നത് ശരിയല്ല, ജെൻഡർ തൊട്ടാൽ പൊള്ളുമെന്നുള്ളതാണ്. അപ്പം ജെൻഡർ എന്നുള്ളൊരു വിഷയം തൊട്ടാൽ പൊള്ളും എന്നുള്ളൊരു കാര്യമുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത് ട്രാൻസ് മനുഷ്യരെ ബാധിക്കുന്ന ഒരു കാര്യം മാത്രമല്ല ജെൻഡർ എന്നുള്ളത്. അത് ബഹുഭൂരിപക്ഷം നിൽക്കുന്ന സ്ത്രീകൾ, പുരുഷന്മാർ, ട്രാൻസ്, ദളിത്, ട്രൈബൽ, ഡിസബിൾ അല്ലെങ്കിൽ മറ്റേത് മാർജിനലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെയും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ജെൻഡർ. അത് സ്ത്രീകൾക്കും ട്രാൻസിനും അല്ലെങ്കിൽ ക്യൂർ മനുഷ്യർക്കും ഒന്നും നീക്കി നിർത്തേണ്ട ഒരു കാര്യമല്ല. ഇവിടുത്തെ ആണുങ്ങൾക്കടക്കം ജെൻഡർ ബാധകമാണ്. ജെൻഡറിനെ കുറിച്ച് സംസാരിക്കണം, ജെൻഡർ സെൻസിറ്റീവ് ആവണം, ജെൻഡർ നോളജ് ഉണ്ടാവണം, ജെൻഡർ അവയർനെസ് ഉണ്ടാവണം. അത് പലപ്പോഴും ഈ സാധ്യമല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് നിലവിലില്ല എന്നുള്ളതാണ് നമ്മുടെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇപ്പം ഒരാൾ പറഞ്ഞു, നമ്മുടെ മോഡറേറ്റർ പറഞ്ഞു, ഞാൻ സെലിബ്രിറ്റി അല്ല എന്ന്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്, ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ യു ആർ ഓൾസോ സെലിബ്രിറ്റി അല്ലേ? ഇനി ആരെയാണ് സെലിബ്രിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റിയെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള സന്തോഷങ്ങളിൽ, ആഹ്ലാദങ്ങളിൽ, നമ്മുടെ അഭിമാനത്തിൽ, ബഹുമാനത്തിൽ നമ്മൾ അന്തസ്സോടുകൂടി നമ്മൾ തലയുയർത്തി പിടിച്ച് നമ്മൾ അഹങ്കരിക്കുന്നുവോ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുവോ, നമ്മളതിൽ എന്താ പറയുക താല്പര്യം കൊള്ളുന്നുവോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എവ്രി വൺ സെലിബ്രിറ്റീസ് ആണ് എന്നുള്ളതാണ്. അതിൽ ആരെ ചൂണ്ടിയിട്ടാണ് നമുക്ക് സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റുന്നത്? അപ്പം അഞ്ജന ഈസ് എ മാധ്യമപ്രവർത്തക മാത്രമല്ല, 2 സിനിമ ഡയറക്റ്റ് ചെയ്ത ഫീമെയിൽ ഡയറക്ടറാണ് അല്ലേ? സണ്ണി വീനെ വെച്ച് സിനിമ ചെയ്തിട്ടുള്ളൊരു ഡയറക്ടറാണ്, വുമൺ ഡയറക്ടറാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 2ാമത്തെ സിനിമ ചെയ്തു, മാൻ അപ്പ്. വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് അഞ്ജന 2 സമയത്തും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ പരിചയമുള്ള ആളാണ്. കേരളവർമ്മ കോളേജിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്.
അതിനുശേഷം മഹാരാജാസിൽ അധ്യാപകനായിട്ടും ഞങ്ങൾ സാറ് തന്നെ എന്നെ അവിടെ ഒരു ടോക്കിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. സുധിച്ചേട്ടൻ, പേരറിയില്ല, ശ്രമിക്കണം. ഓക്കെ, സോറി. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേഖലയിലും സെലിബ്രിറ്റിയാണ്. അപ്പോൾ എവറി വൺ സെലിബ്രിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഇൻഹാൻസ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? അത് അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അപ്പനാണെങ്കിലും എനിക്കെന്താ പ്രശ്നം? കാരണം ഈ സമൂഹത്തിൽ മാർജിനലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ ഏത് രീതിയിലും ലോകത്തിൻ്റെ വിവിധ നേതാക്കൾ അകറ്റി നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഇന്ത്യയിലാണെങ്കിലും ലോകരാജ്യത്ത് എല്ലായിടത്താണെങ്കിലും. ഇപ്പോൾ ട്രാൻസിനെ ഇപ്പോൾ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ ബ്ലാക്ക് മനുഷ്യർ അല്ലെങ്കിൽ ഈ പറയുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള മനുഷ്യർ എത്രത്തോളം ഈ പറയുന്ന സോക്കോൾഡ് ഇൻഡിപെൻഡൻറ്റ് എംപവറിങ് അമേരിക്കയിൽ അവരെത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അവരെത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു ആക്ടിവിസം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപിനെതിരെ ഓസ്കാർ വേദിയിൽ ഒരു മൈഗ്രൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് വുമണാണ് പ്രതികരിച്ചത്. സഹനടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പ്രതികരിച്ചത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനൊരു മൈഗ്രൻ്റ് വുമണാണ്, ഞാനൊരു മൈഗ്രൻ്റ് ആണ്, പക്ഷേ ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ട് എൻ്റെ കയ്യിൽ നേടിയിട്ടുള്ളത് ഓസ്കാറാണ്. അപ്പം അത് ട്രംപ് 2018 അധികാരത്തിലിരിക്കുമ്പോൾ റെഫ്യൂജീസ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. അന്ന് ട്രംപിനെതിരെ ഓസ്കാർ വേദിയിൽ സംസാരിച്ചത് 14 തവണ ഓസ്കാർ അവാർഡ് നേടിയിട്ടുള്ള മെറിൽ സ്ട്രിപ്പാണ്. അതൊരു സ്ത്രീയാണ്. അപ്പം ഒരു രാജ്യത്തെ ഭരണാധികാരിക്കെതിരെ സംസാരിക്കാനും അതിനെ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാനും പറ്റുന്ന സ്ത്രീ ശരീരങ്ങളുണ്ട്, വുമൺ ബോഡീസുണ്ട്. അവർക്ക് അത് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ആ ധാരണ ഉള്ളത് കൊണ്ടാണ് അവർ പൊതുവേദിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ് എന്നുള്ളതാണ്. ഇൻ്റർസെക്ഷനാലിറ്റിയെ ആദ്യമായി അവതരിപ്പിക്കുന്നത് 80കളിലാണ്. അത് സംസാരിക്കുന്നത് ഒരു ബ്ലാക്ക് വുമണാണ്. അവർ സംസാരിച്ചത് ഐ എം എ വുമൺ ബട്ട് ഐ എം എ ബ്ലാക്ക്. അതായത് ഞാനൊരു സ്ത്രീയാണെന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, സ്റ്റിഗ്മ, ഹറാസ്മെൻറ്റ് എല്ലാം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതേസമയം ഞാനൊരു ബ്ലാക്ക് വുമൺ ആണെന്നുള്ള ഡിസ്ക്രിമിനേഷൻ, സ്റ്റിഗ്മ, ഹറാസ്മെൻറ്റ്, ക്രൈസിസ് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സെക്സിൽ നിന്നും, അതായത് ജനനത്തിൽ നിന്നും, ജെൻഡറിൽ നിന്നും, ലിംഗസ്വത്വബോധങ്ങളിൽ നിന്നും, സെക്ഷുവാലിറ്റി, ലൈംഗികതയിൽ നിന്നും, ക്യൂറിൽ നിന്നും ഇൻ്റർസെക്ഷനാലിറ്റിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ജെൻഡറിലെ നമ്മൾ എത്തിയിട്ടുള്ളൂ, നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൂ. പക്ഷേ ലോകത്ത് ഇതിനപ്പുറം പോയി ഇൻ്റർസെക്ഷനാലിറ്റിയെ സംസാരിക്കുന്നത്. അത് മനുഷ്യൻ്റെ കളർ, കാസ്റ്റ്, ഏജ്, പ്ലേസ്, ഡിസ്ക്രിമിനേഷൻ, ഐഡൻറ്റിറ്റി, ഡിഗ്നിറ്റി, സെക്ഷുവാലിറ്റി, ജെൻഡർ, റിലീജിയൻ, അങ്ങനെ പല കാര്യങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്പോണൻ്റാണ് ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവെയർ ആവാനുള്ള ഒരു സാഹചര്യം ലോകരാജ്യങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഈ കേരളത്തിൽ ഒട്ടും തന്നെ നമ്മൾ പറയും പുരോഗമനപരമാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ടിട്ടാണ് മുടി ഇതുപോലെ മെടഞ്ഞിരിക്കുന്നതും ഇതുപോലെ നിറമുള്ള ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നതും എനിക്കിഷ്ടപ്പെട്ട നല്ല കളറുള്ള സാരിയോ ജാക്കറ്റൊക്കെ ഞാൻ ഇടുന്നതും. പക്ഷേ എനിക്ക് ഈ പാർക്കിലിരുന്ന്, ഈ മൈക്കിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും. ബട്ട് ഞാനിവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്നുള്ളത് അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളായിരിക്കണം, ഞാൻ നിങ്ങളായിരിക്കണം. അതിന് കഴിയത്തില്ലല്ലോ. ഇവിടെ അഞ്ജന ഇരിക്കുന്നുണ്ട്. അഞ്ജനയും ഏകദേശം ഇവിടെ നമുക്ക് സമയപരിമിതി വെച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ, കേരളത്തിലെ ഏറ്റവും മെട്രോപൊളിറ്റൻ ഹൈ സിറ്റിയാണത്. ഇവിടെയൊക്കെ നമ്മുടെ കാര്യത്തിൽ ഇടപെടാനും നമ്മളെ ചോദ്യം ചെയ്യാനും പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴും മറ്റൊരാൾക്കുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഡെമോക്രസിയുടെ ഒരു പരാജയം. ജനാധിപത്യത്തിൻ്റെ ഒരു പരാജയം അത് തന്നെയാണ്. അത്
പൊതുനിരത്തിലായാലും പാർക്കിലായാലും ട്രെയിനിലായാലും ബസ്സിലായാലും ബസ് സ്റ്റാൻഡിലായാലും റെയിൽവേ സ്റ്റേഷനായാലും എവ്രിവെയർ, സിനിമാ തിയേറ്ററിലായാലും. അപ്പം നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഐഡൻറ്റിറ്റിയെ എങ്ങനെ പെർഫോം ചെയ്യണം, എൻ്റെ ഐഡൻറ്റിറ്റിയെ എങ്ങനെ ബിഹേവ് ചെയ്യണം, എൻ്റെ ഐഡൻറ്റിറ്റി എന്നെ എൻഹാൻസ് ചെയ്തുകൊണ്ട് അതിനെ പവർഫുള്ളാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ, ദാറ്റ്സ് മൈ റൈറ്റ്. അത് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളാണ്. ആ അവകാശങ്ങളെ നിഷേധിക്കാനായിട്ട് ഇവിടെ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മോശം പിടിച്ചിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട്, ഈ നാട്ടിൽ നിന്നുകൊണ്ട് വളരെ കാലം മുമ്പ് ഫൈറ്റ് ചെയ്ത് പുറത്തു വന്നിട്ടുള്ളത്. അതത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടുത്തെ മനുഷ്യരോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ കുടുംബ വ്യവസ്ഥിതിയോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ജുഡീഷ്യറിയോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ സാധാരണ എല്ലാ ആളുകളോടും ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോഴുള്ളത്. അത് ഞങ്ങൾ മാത്രമല്ല, ഞാൻ ഈ പറയുന്ന മാർജിനലൈസ് ആയിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റി അങ്ങനെ തന്നെയാണ് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ജനാധിപത്യം ഫുൾഫില്ലായിട്ടുള്ള കിട്ടുന്ന ഒരു മനുഷ്യരായിട്ടൊന്നും നമ്മളെ അങ്ങനെ പെട്ടെന്ന് കാണാൻ സാധിക്കത്തില്ല. ബട്ട് നമ്മൾ സെലിബ്രിറ്റീസാണ്. കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈ സ്ട്രഗിളിലും ഈ ബുദ്ധിമുട്ടിലും ഈ അവസ്ഥയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ മാത്രം ഗുണം കൊണ്ടല്ല, നമുക്ക് ഒത്തിരി പേര് ഇതുപോലെ സപ്പോർട്ട് ചെയ്യാനുള്ളത് കൊണ്ടാണ്, ഇങ്ങനൊരു സർക്കിൾ ഉള്ളത് കൊണ്ടാണ്. താങ്ക് യു. ഞാൻ റീസെൻ്റ്ലി ചെയ്ത റിസേർച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ട്. ബേസിക്കലി റിപ്പോർട്ട് പുറത്ത് വന്നപ്പം മാധ്യമങ്ങൾ എങ്ങനെ ഈ റിപ്പോർട്ടിനെ പെർസീവ് ചെയ്തു, എങ്ങനെ അതിനെ സെൻസേഷനലൈസ് ചെയ്തു, അതിൻ്റെ കോർ സബ്ജക്റ്റിൽ നിന്നും അതിൻ്റെ മെയിനായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിലെ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും അതിൻ്റെ ബേസിക് പർപ്പസിനെ ഡീവിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥ മാധ്യമങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് സംഭവിച്ചു, സെൻസേഷനലിസം കൊണ്ട് സംഭവിച്ചു എന്നുള്ളതായിരുന്നു എൻ്റെ റിസേർച്ച് പേപ്പർ. ഞാൻ ശീതളിനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ എനിക്ക് ഈ ഒരു പാനലിൽ വന്നിരുന്നപ്പം, ഇപ്പം വിമൻസ് ഡേ ആണ്, സംസാരിക്കാൻ സ്ത്രീകളുടെ ആവശ്യം ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഓരോ കോള് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വന്ന് ഇരുന്നപ്പം എൻ്റെ അടുത്ത് പാനൽ യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുമ്പം ഞാൻ ചോദിക്കും ആരൊക്കെയുള്ളത്, എന്നാൽ പിന്നെ ഒരു നമുക്ക് റെപ്രസെൻറ്റേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതുകൊണ്ട് സ്ത്രീകൾ തന്നെ ഇപ്പോൾ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടോ 4 ആണുങ്ങളുണ്ടോ എന്നാൽ ഒരു സ്ത്രീയും കൂടി വേണ്ടേ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് ഇൻക്ലൂസിവിറ്റിയുടെ ഭാഗമായിട്ട് അങ്ങനെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന അവസരത്തിൽ ഇവിടെ എന്നെ വിളിച്ച സമയത്ത് ആദ്യം എന്നോട് പറഞ്ഞ ശീതളുണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ജെൻഡർ ആൻഡ് ഡെമോക്രസി എന്ന് പറയുന്ന സബ്ജക്റ്റ് യൂഷ്വലി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈവൻ നൗ വെൻ യു റീഡ് റിസർച്ച് പേപ്പേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ എന്ത് ആർട്ടിക്കിൾസ് സംസാരിക്കുമ്പോഴും ജെൻഡർ ആൻഡ് ഡെമോക്രസിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ബൈനറിക്കകത്ത് നിന്നുകൊണ്ട് സ്ത്രീകളുടെ എങ്ങനെയാണ് സ്ത്രീകൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്യണത്, സ്ത്രീകൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള ആസ്പെക്റ്റിനപ്പുറത്തേക്ക് അതർ ജെൻഡർ മൈനോറിറ്റീസ് LGBTIQ+ കമ്മ്യൂണിറ്റിയും കൂടി എല്ലാ ജെൻഡർ മൈനോറിറ്റിയും വിമൻ LGBTIQ+ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഉണ്ടാകുന്ന ജെൻഡർ ഡിസ്പാരിറ്റിയെ പറ്റി സംസാരിക്കുന്നത് വളരെ വിരളമാണ്. അപ്പോൾ അങ്ങനെയൊരു അവസരത്തിൽ താങ്ക് യു ഫോർ ദ ഓർഗനൈസേഴ്സ് ഫോർ ഇൻക്ലൂഡിങ് അസ്, ഓൾ ഓഫ് അസ്. ആൻഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ട് സംസാരിക്കാം. അതിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ ജെൻഡർ ആൻഡ് ഡെമോക്രസി എന്ന് പറയുമ്പം നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വാട്ട് ഈസ് ഡെമോക്രസി, ദാറ്റ് usual thing like of the people, government of the people, by the people and for the people. Who is the people ആരാണ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഡെമോക്രസി സ്ട്രോങ്ങർ ആവണമെങ്കിൽ അതിനകത്ത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ഈക്വൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഈ പീപ്പിളിൻ്റെ ഈക്വൽ പാർട്ടിസിപ്പേഷനാണ്. ഇവിടെ പീപ്പിൾ എന്ന് പറയുന്നതിനകത്ത് മജോറിറ്റിയും മൈനോറിറ്റിയും വരുമ്പോൾ തന്നെ ഡെമോക്രസിയുടെ എക്സിസ്റ്റൻസിനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മജോറിറ്റി അൺഫോർച്ചുനേറ്റ്ലി പാട്രിയാർക്കിയൽ സൊസൈറ്റിയെ നമുക്ക് ബ്ലെയിം ചെയ്യാം. ലെറ്റ്സ് നോട്ട് ബ്ലെയിം മാൻ എന്ന ജെൻഡറിനെ ബ്ലെയിം ചെയ്യാതെ പാട്രിയാർക്കിയൽ സിസ്റ്റത്തിൻ്റെ നമ്മുടെ കുറേ കാലാകാലങ്ങളായിട്ടുള്ള ഒരു സോഷ്യൽ സൈക്കയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ളൊരു സ്ട്രക്ചർ, ഒരു കൺസ്ട്രക്റ്റിനെ
ബ്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് ഞാൻ സംസാരിക്കാം. അവിടെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കാണുന്ന സമയത്ത് സിമോൺ ഡെ ബിവോയർ പറഞ്ഞതുപോലെ ജെൻഡർ ഒരു ജെൻഡർ ഇസ് ലൈക്ക് നോ വിമൻ ഇസ് ബോൺ ആസ് എ വുമൺ, യു ബിക്കം വൺ എന്നാണ്. ആക്ച്വലി ഐ ആം വൺ ബിക്കോസ് ഞാൻ ജനിച്ച കാലം തൊട്ടിട്ട് ഞാൻ എന്തായിരിക്കണം എന്നുള്ളത് ഓൾറെഡി എൻ്റെ ഫാമിലിയൽ ഇൻഫ്ലുവൻസ് കൊണ്ട്, എൻ്റെ ഡിസയർ കൊണ്ട്, എൻ്റെ ഈ ഫാമിലിയൽ ഇൻഫ്ലുവൻസ്, സോഷ്യൽ സ്ട്രക്ചർ, ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം കൊണ്ടും ഡെവലപ്പായിട്ടുള്ള എൻ്റെ ഡിസയറും എൻ്റെ വിഷും കൊണ്ടാണ് ഞാൻ എന്തായിരിക്കണമെന്നും ഞാൻ എങ്ങനെ സ്നേഹിക്കണമെന്നും ഞാൻ എങ്ങനെ പ്രണയിക്കണമെന്നും എൻ്റെ ഓറിയൻറ്റേഷൻ എന്തായിരിക്കണമെന്നൊക്കെ കണ്ടീഷൻ ചെയ്തിട്ട് ഒരു കണ്ടീഷൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കുന്ന ഞാനാണ് ഈ പെർഫോമൻസിലെ വുമൺ എന്ന ഞാൻ. എൻ്റെ ഈ നോമിനെ ഏതെങ്കിലും രീതിയിൽ ഞാൻ ബ്രേക്ക് ചെയ്താൽ, ഏതെങ്കിലും രീതിയിൽ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്താൽ അവിടെ കയോസായി, അവിടെ കോൺഫ്ലിക്റ്റായി. എൻ്റെ കംഫർട്ട് സോണും അതുപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരുടെ കംഫർട്ട് സോണിനെയും ഞാൻ ബ്രേക്ക് ചെയ്യുന്നൊരവസരം. അങ്ങനെ കംഫർട്ട് സോണുകൾ ബ്രേക്ക് ചെയ്ത് അതിനെ വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ആളുകളാണ് ശീതളിനെ പോലെയുള്ള ആൾക്കാർ. അപ്പോൾ അവിടെ താങ്കൾക്ക് ഒരുപക്ഷെ ഇതിൽ ശക്തമായി പറയാൻ പറ്റും. മനോജ് മുത്തേടൻ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഒരുപക്ഷെ ഈ ജെൻഡർ ഡെമോക്രസിയിലെ ഈ പൊളിറ്റിക്കൽ സപ്രഷൻ എന്ന് പറയുന്നത് വളരെയധികം ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ്. സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ജെൻഡേഴ്സിന് ഈക്വാലിറ്റി ലഭിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് രാഷ്ട്രീയം. അതിലേക്ക് മാഡം വരുന്നതിന് മുമ്പേ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാനൊരു ആകാംക്ഷയുണ്ട്. മാഡം പൂർത്തിയായിക്കോട്ടെ, അതിനുശേഷം പറയാം. ഓക്കെ. പൊളിറ്റിക്സിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ സ്റ്റഡീസ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദി 200 countries 14 countries ലീഡർഷിപ്പ് സ്പേസിൽ സ്ത്രീകളുള്ളൂ. അതിൽ തന്നെ നമ്മൾ എന്താ വെച്ചാൽ 7%, ജസ്റ്റ് 7%. അതിൽ 2015 നടത്തിയിരിക്കുന്ന ഒരു സ്റ്റഡിക്കകത്ത് ആ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ത്രീകളിൽ തന്നെ 65% സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത് അവർ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള സെക്ഷൽ വയലൻസിന് വിക്ടിമൈസ്, ഐ എം നോട്ട് യൂസിങ് ദ ടേം സർവൈവർ, വിക്ടിമായിട്ടുണ്ട്. ലൈക്ക് ഐദർ റേപ്പ് ത്രെറ്റ്, ഓൺലൈൻ ബുള്ളിയിങ് തൊട്ടിട്ട് അവർ നേരിടുന്ന സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കുറച്ചും കൂടി ഇൻറ്റിമിഡേറ്റിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പേസിലേക്ക് എത്തരുത്. ഞാൻ ഈ പറയുന്നത് സ്ത്രീകളെക്കുറിച്ച് മാത്രമാണ്. അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ടത് പിന്നെ 2018 നടത്തിയിരിക്കുന്ന ഒരു സ്റ്റഡിക്കകത്ത് 2093 ആകും ജെൻഡർ പാരിറ്റി. എന്ന് വെച്ചാൽ 70 വർഷങ്ങളും കൂടി എടുക്കും ജെൻഡർ പാരിറ്റി നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മളാരും ജീവിച്ചിരിക്കില്ല, അറ്റ്ലീസ്റ്റ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവും. പക്ഷേ ആ ജെൻഡർ പാരിറ്റിയിൽ അവർ ഇൻക്ലൂസീവായിട്ട് സംസാരിക്കുന്നത് ബൈനറി എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ മാത്രം നിന്നുകൊണ്ടുമാണ്. അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ വെൻ വി ടോക്ക് അബൌട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, വി ആർ ഓൺലി ടോക്കിംഗ് അബൌട്ട് വുമൺ ഇൻ സിനിമ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പറയേണ്ട ഒരവസ്ഥ, നമ്മളിപ്പോഴും സ്ത്രീകളെക്കുറിച്ച്, സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ നമ്മൾ പറയാതെ പോകുന്നത് മറ്റ് ജെൻഡർ മൈനോറിറ്റികളെക്കുറിച്ച്, അവരുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ മിസ് ഔട്ട് ആവുകയാണ്. ഐ ഡോണ്ട് വാണ്ട് ടു സേ ദാറ്റ് ആദ്യം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവട്ടെ, ആദ്യം ഞങ്ങൾ ഫ്രീ ആവട്ടെ, ആദ്യം ഞങ്ങൾക്ക് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിക്കാം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷനും എല്ലാവർക്കും ഇൻക്ലൂസീവായിട്ടുള്ളൊരു സ്പേസും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായി അവിടെ പീസ് ഉണ്ടാകും, അവിടെ വയലൻസ് ഉണ്ടാവില്ല, അവിടെ ഫ്രീഡം ഉണ്ടാവും, അവിടെ ഹാപ്പിനെസ് ഉണ്ടാവും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വനിതകളുടെ ഒരു സ്പേസിനെ സംബന്ധിച്ചിട്ട് ഇവിടെ നേരത്തെ പറഞ്ഞു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു സംവരണത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഇപ്പോൾ തന്നെ നല്ല സ്പേസ് ഓൾറെഡി ഉണ്ടെന്നുള്ള അഭിപ്രായമാണ്. ഇപ്പോൾ എല്ലാ രംഗത്തും, ഇപ്പോൾ ഭരണരംഗത്ത് ഒരുപാട് വനിതകൾ ഏറ്റവും കാര്യക്ഷമമായി ഇടപെടുകയും വളരെ ഫലപ്രദമായി പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നന്നായി പൊതുജന സേവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. യാതൊരു വിധത്തിലും ഒരു ആശങ്കയും ഇല്ലാതെ, ഒരു തരത്തിലുമുള്ള അസാദൃശ്യങ്ങളുമില്ലാതെ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് വനിതകൾ സമൂഹത്തിൽ ഇപ്പോൾ എല്ലാ മേഖലയിലുമുണ്ട്. നമ്മളിപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ജില്ലയുടെ തന്നെ ഒരു കാര്യം എടുത്താൽ, നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ് മിക്കവാറും ജില്ലാതല ഓഫീസുകളൊക്കെ വരുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് ഓഫീസുകളിലെല്ലാം ചുമതലക്കാർ മിക്കവാറും ഞാൻ 7-ാം തീയതി ഒരു വനിതാ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു പാനൽ ചർച്ചയ്ക്ക് ലീഡ് ചെയ്യുന്നത് ഈ ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരായിട്ടുള്ള വനിതകളെ വെച്ചിട്ടാണ്. മിക്കവാറും എല്ലാ വകുപ്പുകളും നമ്മുടെ എറണാകുളം കളക്ടറേറ്റിൽ പോയി അറിയാം. മിക്കവാറും ഭൂരിഭാഗം വകുപ്പുകളുടെയും ജില്ലയിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആളുകൾ വനിതകളാണ്. DD എഡ്യൂക്കേഷൻ, DD ഡയറി,
അതുപോലെ തന്നെ SC ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ അലോപ്പതി സൂപ്രണ്ട്, ആയുർവേദ സൂപ്രണ്ട്, DMO, ജില്ലാ DMO, അലോപ്പതിയും ആയുർവേദവും ഹോമിയോ, 3 ആരോഗ്യരംഗത്തെ 3 പ്രധാനപ്പെട്ട വകുപ്പുകളുടെയും ജില്ലാ തലയിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം വനിതകളാണ്. അങ്ങനെ എല്ലാ തലത്തിലും വനിത പ്രാതിനിധ്യമല്ല, അവരിങ്ങനെ അവരുടെ ഒരു കഴിവ് കൊണ്ട് പ്രൊമോഷൻ കിട്ടി അവർ കയറി വരികയാണ്. അപ്പോൾ ആ നിലയിൽ കാണേണ്ട ആവശ്യമില്ലല്ലോ. അതേ പറഞ്ഞു. അപ്പോൾ അവർക്ക് നല്ല അവസരങ്ങളുണ്ട്. രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയ രംഗത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാഹചര്യങ്ങളൊന്നുമില്ല. പൊതുവായി വനിതകൾക്ക് കയറി വരാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ജനറൽ സീറ്റിൽ പോലും ഇപ്പോൾ വനിതകൾ മത്സരിക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. ജനറൽ സീറ്റിൽ പോലും ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ തോന്നിയൊരു നോഷനാണ്, തോന്നിയ ഒരു കാര്യമാണ്, എത്രമാത്രം അത് ന്യായീകരിക്കലോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അല്ല. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് PP ദിവ്യ ആയതുകൊണ്ട് മാത്രം ഒരുപക്ഷെ അവർ ഇത്രമാത്രം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു എന്ന് എനിക്കൊരു തോന്നൽ. അല്ല, അതൊരു ദിവ്യനായിരുന്നെങ്കിൽ ഇത്രമാത്രം വിവാദമാവുമായിരുന്നില്ല. അവിടെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? അവിടെ ദിവ്യ ആയതുകൊണ്ടല്ല, അവിടുത്തെ ആ ഒരു വിഷയത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതല്ല. അതിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം നേരത്തെ ഇവിടെ ചോദിച്ച ജനറൽ പ്രസിഡന്റുമാർ അവിടെ വനിതകളുണ്ട്. ജനറലായിട്ട് മാറ്റി വെച്ച്, ജനറൽ എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമാണെന്നുള്ള ധാരണയില്ല. അവിടെ ആർക്കും വരാം. 50% സംവരണത്തിനപ്പുറത്തും ആളുകളിപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ പ്രസിഡന്റുമാരും ജനറൽ സീറ്റിൽ വനിതാ സംവരണത്തിനപ്പുറത്തുള്ള സീറ്റിൽ വനിതകൾ മത്സരിച്ച് ജയിക്കുന്നുണ്ട്, ചുമതലക്കാരായി വരുന്നുണ്ട്. അല്ലാതെയും പല സ്ഥലങ്ങളിലും പല തരത്തിലുള്ള അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാർലമെന്റിൽ ഇപ്പോഴും അത് തീരുമാനത്തിലെത്തിക്കാൻ പക്ഷേ ഒരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നന്നായി വിനിയോഗിക്കുന്ന ഒരുപാട് വനിതകളുണ്ട്. അവർക്ക് സധൈര്യം കേരളത്തിൽ നമ്മുടെയൊക്കെ നാട്ടിൽ നന്നായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം കൂടി ഉണ്ട്. ഞാൻ പറയുന്നത് ചർച്ച ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞ പല മേഖലയിലും ചിലപ്പോൾ നമുക്ക് രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ജനാധിപത്യം, ഈ ജെൻഡർ എന്ന വിഷയത്തിൽ അടുത്തൊരു സ്റ്റെപ്പ്, അതായത് ഈ ഡിസിഷൻ മേക്കേഴ്സ്, അതായത് തീരുമാനങ്ങൾ എടുക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് എന്താണ് വേണ്ടതെന്നാണ് താങ്കളുടെ ഒരു അല്ല, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇപ്പോൾ നല്ല അവസരങ്ങളുണ്ട്. ഈ ഒരു ജെൻഡർ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ നല്ല അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതു സ്വഭാവത്തിലേക്ക് നമ്മുടെ നാടും വരികയാണ്. ആരെയും മാറ്റി നിർത്തി അല്ലെങ്കിൽ ഇപ്പം സംവരണമുണ്ട്, സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ തന്നെയും ഒരുപാട് പേർക്ക് അവസരങ്ങളുള്ളൊരു നാടായി അറിയാവുന്നതാണ്. കേരളത്തിലാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ഇലക്ഷൻ മത്സരിച്ച് അവരിന്ന് ജീവിച്ചിരിപ്പില്ല, ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം പോലും. ട്രാൻസ്ജെൻഡേഴ്സിനും നല്ല സ്പേസ് ഇപ്പോൾ എല്ലാ തലത്തിലും ആളുകൾ. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ സ്വാഭാവികമായി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ അവർ ആഗ്രഹിക്കുന്ന നിലയിൽ ചിലപ്പോൾ ഭരണരംഗത്തുള്ളവരുടെ നിലയിലുള്ള പദ്ധതികൾ ചിലപ്പോൾ വരുന്നില്ലായിരിക്കാം. പക്ഷേ അവരെയും പരിഗണിക്കുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു പൊതു സമീപനമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാറ്റഗറി പറഞ്ഞ് ആരെയും മാറ്റി നിർത്തുന്ന ഒരു നാടല്ല ഇപ്പോൾ എല്ലാവരും ഉൾക്കൊള്ളുന്ന നാടായി മാറിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ രംഗത്ത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതായി എന്ന് പറയേണ്ട സാഹചര്യം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിയമം മൂലം മാത്രമാണ് നടപ്പാക്കുന്നത്. അതൊരു ബോധവൽക്കരണത്തിലൂടെ നിയമം ഇല്ലെങ്കിലും ഇപ്പോൾ ആകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. നിയമം ഇല്ലെങ്കിലും ഇനി അവർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീയും സ്ത്രൈണതയും അത് പ്രകൃത്യ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ചിന്ത, അതാണ് സെക്സ് എന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അക്കാഡമിക്കലി. അതങ്ങനെയല്ലെന്നും അത് പ്രകൃത്യ അങ്ങനൊരു അഭേദ്യമായ ബന്ധം ഇല്ലെന്നും അത് വിമൺ ഈസ് നോട്ട് ബോൺ ബട്ട് ഷീ ബിക്കംസ് എന്ന ദിബോറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കടം കൊണ്ടാൽ സ്ത്രീയായി പരിഗണിക്കുകയാണ്. സ്ത്രൈണത പിന്നീട് അവൾ ചേർത്ത് വയ്ക്കുന്നതാണ്, ആ മുൾക്കിരീടം പിന്നീട് അണിയിപ്പിക്കപ്പെടുന്നതാണ് എന്ന ചിന്തയാണ് ജെൻഡറിനെ കുറിച്ചുള്ള ചർച്ചയിൽ കൊണ്ടുവരിക. ഈ സെക്സ് ജെൻഡർ ഡിസ്റ്റിങ്ഷനെ കുറിച്ചുള്ള വാദോരാതെ ഒരിക്കൽ ശീതൽ ശ്യാം ഇരിക്കുന്നൊരു വേദിയിൽ സംസാരിച്ചപ്പോൾ ശീതൽ ശ്യാം എന്നോട് ചോദിച്ചത് എവിടെ പോയി സെക്ഷുവാലിറ്റി എന്നാണ് അന്ന് ഒരു ചോദ്യം റേസ് ചെയ്യപ്പെട്ടത്. ഇന്ന് ശീതൽ സംസാരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ പോയത് ഇൻ്റർസെക്ഷാലിറ്റിയിലേക്കാണ് ആ ചർച്ച. ഇത് ഒത്തിരിയേറെ വളർന്ന് വികാസം പ്രാപിച്ച ഒരുപാട് ഇടങ്ങൾ ഉൾക്കൊള്ളുന്ന ശീതലിനെ നിർത്തിക്കൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. കാരണം ഈ മേഖലയിൽ അക്കാഡമിക്കായിട്ടും ഫോർമൽ എഡ്യൂക്കേഷൻ ആയിരിക്കണമെന്നില്ല, ആക്ടിവിസമായിട്ടും പലയിടങ്ങളിലും ഉന്നത വേദികളിൽ ഇൻ്റർനാഷണൽ നാഷണൽ സെമിനാറുകളും സാധാരണക്കാരുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്ത അക്കാഡമിക്കലിയും നോൺ അക്കാഡമിക്കലിയും ആക്ടിവിസ്റ്റൊക്കെ ആയിട്ടുള്ള ശീതൽ ശ്യാമിന് മുമ്പിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള അഭിമാനമുണ്ട് എനിക്ക്. കാരണം ഈ വിഷയത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയൊരു വ്യക്തിയുടെ മുമ്പിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ശ്യാം സംസാരിച്ച ആ പോയിൻ്റ് തന്നെയാണ്. ഇന്ന് ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിന് ഒത്തിരിയേറെ അറിവുണ്ടെന്ന് പറയുമ്പോഴും അറിവില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിൻ്റ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ നോളജ്, സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി ഡിഫറൻസോ
എന്താണ് ജെൻഡർ ഇഷ്യൂസ് എന്നോ കൃത്യമായി ബോധമുണ്ട്. അതൊരു സ്ത്രീകളെക്കുറിച്ചുള്ളതോ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചുള്ളതല്ല എന്ന് തന്നെയാണ് ശീതൾ പറയാൻ ശ്രമിക്കുന്നത്. ഓരോരുത്തരെയും ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഇതിനെ തിരിച്ചറിയുന്നൊരു മൊമെൻറ്റിലാണ് ജെൻഡർ പഠനങ്ങളുടെ പ്രാധാന്യം വരിക എന്ന ഒരാശയം മുന്നോട്ടേക്ക് വയ്ക്കാനാണ് ആദ്യമേ ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ചയിലേക്ക് വരികട്ടെ എന്നോർത്തുകൊണ്ടാണ് പല പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയ ഇഷ്യൂകളൊക്കെ ഇന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിലൊക്കെ നടക്കുന്ന ഈ വിഷയത്തിലെ പല മേഖലയിലും സാഹിത്യം, സിനിമ, പല ഇടങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളെ ചർച്ചയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകൾ അവർ ഒന്നുകൂടി സെൽഫ് ക്രിട്ടിക് ആകേണ്ട ഒരു സമയമായോ എന്നൊരു ചോദ്യമാണ് ഞാൻ മുന്നോട്ടേക്ക് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ഇന്ന് കുറച്ചുകൂടി ഇപ്പോൾ നമുക്കറിയാം ഈ ചർച്ചയുടെ ബദലായിട്ട് തന്നെ പുരുഷ സംഘങ്ങൾ, പുരുഷവാദികൾ ഒക്കെ ആയിട്ടുള്ള ചില ഗ്രൂപ്പുകളൊക്കെ കേരളത്തിന് പുറത്തും ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതിനോടുള്ളൊരു റെസ്പോൺസായിട്ടോ മറ്റൊക്കെയാണ്. പലപ്പോഴും ഈ പല കോർണറിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ എപ്പോഴൊക്കെയോ ഈ ആക്ടിവിസം ഇതൊരു പൊളിറ്റിക്കലി ഓവർലോഡഡ് ആകുകയും മറ്റു പലരും വിക്ടിമൈസ് ചെയ്യുന്നതിനൊക്കെ കൊണ്ടുപോകുന്ന അപൂർവ ചില സന്ദർഭങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഒപ്പം എടുക്കുന്ന പല പോളിസി മേക്കിങ്ങിന് നമ്മൾ വളരെ എന്താ പറയുക, മുടിനാരയായിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ എവിടെയോ അറിഞ്ഞോ അറിയാതെയോ ജെൻഡർ ബയാസ് ഈവൻ ഫെമിനിസ്റ്റുകളിലോ അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് നടത്തുന്നതിലോ പോളിസി മേക്കേഴ്സിലൊക്കെയോ ജെൻഡറിന് വേണ്ടി വാദിക്കുന്നവരുടെ, ഞാൻ അല്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്, അവരിൽ പോലും അറിയാതെ ഒളിഞ്ഞു കിടക്കുന്ന ജെൻഡർ ബയാസ് അത് ഒരു പരിധിവരെ ഈ ഒരു നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വലിയ ലോകത്തെ വളരെ വൈവിധ്യങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന, ഞാൻ വീണ്ടും ഷ്യാമിന് തന്നെ കടം കൊള്ളുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുന്ന ആ ലോകത്തിന് വലിയൊരു തടസ്സമാകുന്നു എന്നുള്ളതാണ് എൻ്റെ ചെറിയ നിരീക്ഷണം. ഞാൻ ആദ്യമായിട്ട് ഈ വിഷയം പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ MA പഠനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അന്നൊരു പേപ്പറായിരുന്നു ജെൻഡർ ഫിലോസഫി എന്ന് പറയുന്ന, ഫെമിനിസ്റ്റ് ഫിലോസഫി എന്ന് പറഞ്ഞ പേപ്പർ. അന്ന് പൊതുവെ ജെൻഡർ സ്റ്റഡീസൊന്നും ഫിലോസഫിയുടെ ഭാഗമായിട്ട് അംഗീകരിക്കാത്തൊരു കാലഘട്ടത്തിൽ ഒരു വിപ്ലവകരമായിട്ടാണ് ആ വിഷയം അന്ന് ക്യാമ്പസിലേക്ക് ആ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു, ക്ലാസ്സിൽ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകൻ എൻ്റെ പ്രൊഫസർ അവതരിപ്പിച്ചൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മനുഷ്യർക്കൊരു സെക്ഷൽ ഓർഗൻ ഇല്ല എന്നാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിച്ചത്. അതെനിക്ക് ഉൾക്കൊള്ളാൻ ഒരുപാട് സമയമെടുത്തു അതെന്താണെന്ന് മനസ്സിലാക്കാൻ. എൻ്റെ കണ്ണിൽ കുറേ സെക്ഷൽ ഓർഗൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ മനുഷ്യരുടെ ഓർഗൻസിൻ്റെയൊക്കെ ഫങ്ഷൻസ് വേറെ പലതാണ്. അപ്പോൾ പിന്നീടാണ് എനിക്ക് ഫ്രോയിഡിനേക്കും വായിക്കുകയും ക്ലാസ്സിനെ കുറേയും കൂടി മനനം ചെയ്യുമ്പോൾ ശരീരം മുഴുവൻ നിൽക്കുന്ന ലിബിഡോയും പിന്നീട് അതങ്ങനെ ഏതെങ്കിലും ഓർഗനിലേക്ക് സെക്ഷൽ ലിബിഡോ വരുന്നതും, അങ്ങനെ മെയിൽ ഫീമെയിൽ പല, ഞാൻ അതിൻ്റെ തീറിലേക്കൊന്നും പോകുന്നില്ല, കാസ്ട്രേഷൻ കോംപ്ലക്സിലൂടെ എന്നൊക്കെ പറയുന്ന ചിന്താ പദ്ധതികളൊക്കെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഒരു ജെൻഡറിനെ കുറിച്ചുള്ളൊരു അവബോധവും, അത് സ്ത്രീ ഇഷ്യൂ അല്ലത്, അത് തികച്ചും, അത് ഷ്യാമിന് നല്ല ഉറപ്പുണ്ട് എനിക്കറിയാതെ, അത് സ്ത്രീയുടെ ട്രാൻസ്ജെൻഡേഴ്സ് ഇഷ്യൂ പുരുഷൻ്റെയും കൂടി ഒരു ഇഷ്യൂ ആണെന്ന് തിരിച്ചറിയുന്ന മൊമെൻറ്റിലാണ് ഈ പഠനം വളരെ ഗൗരവമാകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും പറയുന്നു, വീണ്ടും ഇപ്പോൾ അമേരിക്ക കൂടെ കോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്നും ഈ പഠനത്തിൻ്റെ റെലവൻസാണ് വിളിച്ചു പറയുന്നത്. ഇന്ന് ക്ലാസ് റൂമുകളിലൊക്കെ സ്ത്രീ പഠനങ്ങൾ മാറ്റി ഇതിൻ്റെ കുറേയും കൂടി ജെൻഡർ സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ ജെൻഡർ ഫിലോസഫിയുടെ, ഫെമിനിസ്റ്റ് ഫിലോസഫി കുറേയും കൂടി ഗൗരവമായിട്ട് ഇന്ന് മീഡിയയ്ക്ക് പണ്ടൊരു 10-15 വർഷം മുമ്പൊന്നും നമുക്ക് പൊതുസമൂഹത്തിൽ ജെൻഡറിനെ കുറിച്ച് ഇത്ര അവബോധമൊന്നും ഉണ്ടായിരുന്നിട്ടില്ല, ഇത്ര വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ. അപ്പോൾ കുറേ കൂടി നമ്മുടെ സമൂഹം മാറി എന്ന് പറയുമ്പോഴും എത്രത്തോളം ഫണ്ടമെൻ്റൽ നോളജ് നമുക്കുണ്ട് എന്നുള്ളതിലാണ് സംശയം. അപ്പോൾ കുറേയും കൂടി നമ്മുടെ അക്കാഡമിക് ഇടങ്ങളിലും പൊതു ഇടങ്ങളിലൊക്കെ ഈ വിഷയം കുറേയും കൂടി ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഇടമായി എന്നൊരു ഓർമ്മപ്പെടുത്തലും, ഒപ്പം ഫെമിനിസ്റ്റുകൾ കുറേ കൂടി സെൽഫ് ക്രിട്ടീക്ക് ആകണം. എന്തുകൊണ്ടാണ് ഈ വിഷയം വഴിതെറ്റി പോകുന്നത്, അവർക്കൊരു ഓപ്പോസിറ്റ് വിങ് എങ്ങനെ ഉണ്ടായി പോകുന്നു, അങ്ങനെ ഒരു ഓപ്പോസിറ്റ് വിങ്ങിനെ ഉൾക്കൊള്ളുന്നതല്ല, ഇതൊരു വലിയൊരു ഹോളിസ്റ്റിക് ആയിട്ട് എല്ലാവരെയും കൈകോർക്കുന്ന, എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു ചിന്താ പദ്ധതിക്ക് എങ്ങനെ ഇത് കൈവിട്ടു പോകുന്നു എന്നുള്ളൊരു സെൽഫ് ക്രിട്ടിക് ആകേണ്ട സമയം ആയിരിക്കുന്നു. അതാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന് പറഞ്ഞെന്ന് തുടങ്ങും, എന്നിട്ട് വിചാരണയിലേക്ക് പോകാം.
അദ്ദേഹം പറഞ്ഞത് ഈ സംവരണമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചെയ്യുന്നു. നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ ഒന്നാമതായിട്ടാണ് നമ്മളിപ്പോഴും ഉള്ളത്. അങ്ങനെയുള്ള രാജ്യത്താണ് നമ്മൾ സ്ത്രീകളുടെ എംപവർമെൻറ്റിനെ കുറിച്ചും അവരുടെ ഈക്വാലിറ്റിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് പവർ ഒട്ടും ഇല്ലാത്ത സ്പേസിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പോൾ ഞാൻ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്, പ്ലാനിംഗ് ബോർഡിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത് ഈ പറയുന്ന ഹയറാർക്കിയിലുള്ള ആളുകളാണ്, പേട്രിയാർക്കിയിലുള്ള ആളുകളാണ്. അത് നമുക്കൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ നമുക്കതിനെ കുറച്ച് കാണാനോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് രാഷ്ട്രീയം, ഞാൻ കോൺഗ്രസ് ഉള്ളപ്പോഴാണ് പോളിസിയുടെ ഭാഗമായിട്ട്, കോൺഗ്രസ്സാണ് ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്നത്. ഞാൻ പോളിസിയുടെ ഡ്രാഫ്റ്റ് കമ്മിറ്റി അംഗമായിരുന്നു. അന്നത്തെ മന്ത്രി MK മുനീറായിരുന്നു നമുക്കത് ചെയ്തു തരും, ഇത് ചെയ്തു തരും, എല്ലാം ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോളിസി ഇത് ചെയ്തത്. പക്ഷേ ഇന്ന് മുനീറിൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണ്, മുനീറിന് ക്യൂർ മനുഷ്യരെയൊന്നും ഇഷ്ടമല്ല, ട്രാൻസ് മനുഷ്യരെയും ഇഷ്ടമല്ല എന്നുള്ളൊരു നിലപാടാണ്. ദെൻ ഇടതുപക്ഷം വന്നു, പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തു, അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കുറച്ചെങ്കിലും ആ വിസിബിലിറ്റിയിലേക്ക് ഇതിലേക്ക് വന്നത്. ഇപ്പം ഇവിടെ ഒത്തിരി സ്ത്രീകൾ ബാക്കിലിരിക്കുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഒരു ആശാ ശരത്തിൻ്റെയും നവ്യ നായരുടെ ഡാൻസാണ് ഇവിടെയെങ്കിൽ അവരിവിടെ കസേര കിട്ടാനായിട്ട് ഇവിടെ തിക്കും തിരകടിക്കും. അതാണ് ഈ സെൻസിറ്റീവ് ആവുക, അവെയർ ആവുക എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഏത് വിഷയത്തിലാണ് അവെയർ ആവുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ കേൾക്കാനും അവെയർ ആവാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കിപ്പോഴും പഴയ തലമുറയ്ക്കുണ്ട്, പുതിയ തലമുറയ്ക്കുണ്ട്. പഴയ തലമുറയാണെങ്കിൽ ഇത് ഞങ്ങൾ കേട്ട് പഴകിയതാണ്, ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയാനില്ല എന്നുള്ളത്. അപ്പം നമ്മൾ 2 ജെൻഡറിനെയും 3 ജെൻഡറിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. റെഡി ടു ഇപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞ് ജനിക്കുന്നത്, ജനനം, ആ ജനനത്തിനെയാണ് നമ്മൾ സെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ലിംഗം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ ലിംഗവും യോനിയും, വജൈനയും പീനസും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ എന്താ നിങ്ങൾ വിളിക്കുക? ഇൻ്റർസെക്സ് എന്ന് അഞ്ജനയ്ക്ക് അറിയാം, അഞ്ജന അതിന് നോളജ് സെൻസ് ആയി. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ആൾക്കാരോട് ചോദിച്ചാൽ അറിയത്തില്ല, അവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് LGBTIQ+ നമ്മൾ ചുമ്മാ പറയാം. അതിൽ I എന്താണെന്ന് ചോദിച്ചാൽ നോ. അപ്പോൾ ഇതിൽ ആണിനെയാണ് എപ്പോഴും പ്രിഫർ ചെയ്ത് നമ്മൾ 1 എന്ന് പറയുന്നത്, പെണ്ണിനെയാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സാധനവും അല്ലെങ്കിൽ 2 സെക്ഷൽ ഓർഗൻസും ഒരു ശരീരത്തിലുള്ള അവരെ നിങ്ങൾ എന്താ വിളിക്കുക? ദേ ആർ ഇൻ്റർസെക്സ്. അവർ ഇൻ്റർസെക്സ് മനുഷ്യരാണ്. ഉഭയലിംഗരെന്നോ മിശ്രലിംഗരെന്നോ ഭാഷയിൽ നമ്മൾ പ്രയോഗിക്കുന്ന മനുഷ്യരാണ്. അവർ തന്നെ 47ഓളം ഡൈവേഴ്സിറ്റി ഉണ്ടെന്നാണ് എന്ത് പറയുന്നത്, സയൻസ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ള സ്ഥലത്തിരുന്നുകൊണ്ടാണ് നമ്മൾ എന്തിന് ആണിനൊരു പരിഗണന കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആണിൻ്റെ അവയവം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പെണ്ണിൻ്റെ അവയവം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിൽ ആണും പെണ്ണും ഉണ്ട്, പീനസുണ്ട്, വജൈനുണ്ട്. അപ്പം നമ്മൾ ആരാ? നിങ്ങളെക്കാൾ എന്ന് പറയുന്നില്ല, നിങ്ങളെപ്പോലെ തന്നെ ശക്തിയുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് അതിന് നമ്മൾ ഒരിക്കലും പറയത്തുമില്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ സെക്സ് സെൻസിറ്റീവ് അല്ല, ജെൻഡർ സെൻസിറ്റീവ് അല്ല, അവെയർ അല്ല. ഇത് തന്നെയാണ് വിജു സാറ് പറഞ്ഞ ഫെമിനിസം എത്ര കാലം ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ളതല്ല. ഫെമിനിസം എത്ര കാലം മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ആ ഫെമിനിസത്തിൻ്റെ ലെയേഴ്സ്, അന്തർധാരയെ നമ്മൾ നവീകരിച്ച് തുടങ്ങിയത് 80കളിലാണ്. 80കളിൽ വളരെ ഹൈറാർക്കി ആയിട്ടുള്ള എലീറ്റ് ഫെമിനിസ്റ്റുകളുടെ, അതായത് പ്രത്യേകതരം സ്ത്രീകളുടെ എഡ്യൂക്കേഷണലി, സാമ്പത്തികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായി ഉയർന്ന സ്ത്രീകളുടെ ഫെമിനിസത്തെ കുറിച്ച് സംസാരിച്ചിരുന്നത്. അതിലേക്കാണ് എന്ത് വരുന്നത്? ദളിത് സ്ത്രീകളുടെ ഫെമിനിസം, മുസ്ലിം സ്ത്രീകളുടെ ഫെമിനിസം, ട്രാൻസ് സ്ത്രീകളുടെ ഫെമിനിസം, അങ്ങനെ പലതരം ഇൻ്റർസെക്ഷനാലിറ്റിയുള്ള ഫെമിനിസത്തെ അന്തർധാര മാറുന്നത് അല്ലേ? അപ്പോൾ ഫെമിനിസം നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷെ അതിൻ്റെ ധാര മാറ്റണോ വേണ്ടയോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. CK ജാനു ഫെമിനിസ്റ്റാണ്, ദളിത് ആക്ടിവിസ്റ്റാണ്. പക്ഷേ CK ജാനുവിൻ്റെ രാഷ്ട്രീയത്തെ നമ്മൾ എങ്ങനെയാണ് ഇപ്പം കാണുന്നത്? നമുക്കതിൽ CK ജാനുവിനെ റദ്ദ് ചെയ്യാൻ പറ്റുമോ? CK ജാനുവിൻ്റെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യാൻ പറ്റുമോ? CK ജാനു എന്ന ഫെമിനിസ്റ്റിനെ റദ്ദ് ചെയ്യാൻ പറ്റുമോ? CK ജാനു എന്ന ദളിത് ആക്ടിവിസ്റ്റിനെ റദ്ദ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ മാവോയിസ്റ്റും നെക്സലിസവും പലതരം രാഷ്ട്രീയ ലെയറുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്, ഈ പുതുമയേറിയിട്ടുള്ള രാഷ്ട്രീയത്തിൽ. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ഭീകരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
അതിനെയാണ് നമ്മൾ ഭയക്കേണ്ടത്. അതിനെ ഭയന്നുകൊണ്ട്, അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ജെൻഡറിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, സെക്ഷുവാലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, ഈ ഇൻ്റർസെക്ഷനാലിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. പ്രതിപടം പറഞ്ഞത് മമ്മൂട്ടിയുടെ നായിക എന്നുള്ള എന്തുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നില്ല ഞാൻ ആലോചിക്കുന്നത്. അല്ല ശീതൽ, അല്ല നായിക നായകൻ എന്തായാലും ഹെട്രോസെക്ഷൽ എന്നൊരു ഭൂരിഭാഗ സമൂഹത്തിൻ്റെ ഒരു ചിന്തയാണ്. വൺ സെക്കൻഡ്. ഇത് നമ്മളെങ്ങനെയാണോ വിധവകളെ കാണുന്നത്, നമുക്ക് വിധവന്മാരില്ല. അതേ സെയിം ആണ് ഈ ഒരു ടേമാണ് നമ്മളിപ്പോഴും ഒരു സിംഗിൾ പേരൻറ്റിനെ കാണുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹെട്രോസെക്ഷൽ അല്ലാത്ത മറ്റ് കപ്പിൾസിനെ കാണുമ്പോൾ നമുക്ക് വാക്കില്ല. ഭർത്താവ് ഭാര്യ എന്ന് ഉപയോഗിക്കുന്നത് പോലും സംസ്കൃതമാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മലയാളം പങ്കാളി എന്നുള്ള വാക്കാണ്. അല്ലാതെ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു ലിംഗഭേദത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല അല്ലേ? അതെ, അതർ പാർട്ട്ണർ അങ്ങനെ പറയല്ലേ, പാർട്ട്ണർ. യെസ്, അതാണ് റൈറ്റ് വേർഡ്, പാർട്ട്ണർ. ഞാനും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ബിക്കോസ് ഈ സിനിമ ചെയ്യുന്നത് വരെ ചിലപ്പോൾ അത് ജിയോ ബേബി അല്ല ഡയറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എൻ്റെ അകത്ത്. പകരം ഏതെങ്കിലും സൗത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും സ്റ്റാറിനെയോ, ജ്യോതി വന്നതിനെ കൊണ്ട്, ജ്യോതി മാമുള്ള കൊണ്ട് അതേപോലെ സ്റ്റാർഡമുള്ള ആരെങ്കിലും. അപ്പം മലയാളത്തിൽ വേറൊരു ഡയറക്ടർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ പ്രശസ്തനായ ഡയറക്ടർ, മുരളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മുരളിയൊക്കെ ചെയ്യേണ്ട ഒരു വേഷമായിരുന്നു എന്നല്ലേ. ആ രീതിയിൽ ഞാൻ പറയുന്ന ആ രീതിയിൽ ആലോചിക്കുക. ജിയോ ബേബി എന്നൊരു എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള അയാളുള്ളത് കൊണ്ടാണ് ഞാൻ അഭിനയിച്ചു. അതിനേക്കാളുപരി എന്തെങ്കിലും ഈ ഒരു ക്യൂർ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറും ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ശീതളൊക്കെ ഇരിക്കുന്ന ശീതൾ നേരത്തെ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ബട്ട് ഞാൻ ശരിക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ വന്നിരിക്കേണ്ട ഒരാളാണ്. ഇവിടെ വന്നിരിക്കാൻ ഞാൻ യോഗ്യനല്ല. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് വലിയ ജ്ഞാനമൊന്നുമില്ല. ഇത്രയും ഭൗതിക നിലവാരമുള്ള ഇവരെ എടുത്തിരിക്കുക എന്നുള്ള ഞാൻ സിനിമയിൽ അഭിനയിച്ചതിനോട് മാത്രം. പക്ഷെ ആ സിനിമ എന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റിയെന്നുള്ള ഈ സൊസൈറ്റിയോടുള്ള അല്ലെങ്കിൽ ഇവരെ കുറിച്ച് മനസ്സിലാക്കാൻ, ഇവരെ തന്നെ പറയുന്ന അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അത് എനിക്ക് ജിയോ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് ഈ ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ബിഫോർ ഞാൻ ക്യാരക്ടറിൽ എൻ്റർ ചെയ്യുന്നതിന് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി സംസാരിച്ചില്ലെങ്കിൽ ഇന്നാവുക എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പം അഭിനയം എന്ന് പറയുന്നത് വലിയൊരു കള്ളത്തരമാണ്, തോന്നിപ്പിക്കലാണ്. നമ്മളിങ്ങനെ ആണെന്ന് തോന്നിപ്പിക്കലാണ്. അതിനുള്ളൊരു കള്ളത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ നമ്മളുള്ളിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവനവനെ പ്യൂരിഫൈ ചെയ്യാനുള്ളതോട് കൂടി, അവൻ മനുഷ്യൻ എന്ന രീതിയിൽ അവനവനെ പ്യൂരിഫൈ ചെയ്യുന്നതാണ് ആക്ടിങ് എന്ന് കൂടി ഞാൻ പേഴ്സണലി എപ്പോഴും അങ്ങനെ എടുക്കില്ല. ഞാൻ നാടകം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മളൊരു ക്യാരക്ടർ സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ അവരോട് ഒരു ജീവിത സാഹചര്യം കൂടി മനസ്സിന് സഞ്ചരിക്കുക, അല്ലെങ്കിൽ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടാവും ലൈഫിൽ. ഒരിക്കൽ പോലും ഗേ എന്നുള്ള ഒരാളെ എനിക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനില്ല. ആക്ച്വലി ഒരാൾ ചോദിച്ചാൽ പോലും. പക്ഷേ ഞാനത് ചെയ്തതിൻ്റെ അകത്ത് എനിക്ക് ഹെട്രോസെക്ഷൽ ആയതുകൊണ്ട് എനിക്ക് ഉള്ള ജീവിതത്തിൻ്റെ ഒരു നഷ്ടപ്രണയത്തെ നേരിട്ട് ആരോപിക്കുകയാണ് ഞാൻ ചെയ്തത് ആ സമയത്ത്. എങ്കിൽ പോലും കുറേ ഇതിൽ കൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് എനിക്ക് ഞാനെല്ലാം പറയില്ല, ഗേ കമ്മ്യൂണിറ്റിയായിട്ട് കുറച്ചുകൂടി അടുപ്പമുള്ളൊരു അതിൽ കൂടെ സഞ്ചരിക്കുന്ന എനിക്ക് കുറച്ചുകൂടി അടുപ്പം വന്നു. എനിക്കവരെ മാനസിക തലം എന്താണെന്ന് മനസ്സിലായി. ഞാനിത് ഇന്നലെ എന്നെ ഇനി വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്നലെ പെട്ടെന്നാവില്ല, ഷോർട്ട് നോട്ടീസിലാണ് വിളിച്ചത്. ഞാൻ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഞാനും മമ്മൂക്കയും ഞാൻ എന്നാ പറയുന്നത്, സോറി, റെഫർ ചെയ്തൊരു ബുക്ക് ഉണ്ടായിരുന്നു, 2 പുരുഷന്മാർ ചുംബിക്കുമ്പോൾ, കിഷോറിൻ്റെ. ഈ കിഷോർ ഇതിനിടയിൽ മരണപ്പെട്ടു, ആർക്കും അറിയില്ലത്. കിഷോർ ആത്മഹത്യ ചെയ്യുകയുണ്ടായിട്ട്. കിഷോറിൻ്റെ ആ ബുക്ക് എത്ര പേര് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. DC-യിലുണ്ട് ആ ബുക്ക്. DC-യാണ് ചെയ്തത്. ആ ബുക്ക് എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ ബുക്ക് കിഷോർ എഴുതിയപ്പോൾ ഭയങ്കര ബോൾഡായിട്ടാണ്. കിഷോർ ഇത്ര പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യൻ. ഞാൻ കിഷോറിന് ശേഷം കിഷോറായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. കിഷോർ അപ്പോൾ സമയത്ത് ചേട്ടാ ഞാൻ കുറച്ചൊരു മാനസിക പ്രയാസത്തില്ല, ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കാണുന്നത്
ഈ IFK അല്ല, കഴിഞ്ഞ IFK ആണ് അവിടെ നിന്ന് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ അടുത്ത് ഷെയ്ക്കേണ്ട ചേട്ടാ ഞാൻ പിന്നെ കാണാട്ടാണ് പോയി. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ഇത് തന്നെയാണ്. കിഷോർ ഈ ബുക്ക് എഴുതും ഭയങ്കര, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മിങ് ഔട്ട് കിഷോറാണോ? ആദ്യത്തെ കമ്മിങ് ഔട്ട് എന്നുള്ളത്. ഓക്കെ, എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമായ ഒരു ബുക്കാണ്. അത് വായിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മനസ്സിലാകും. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട്, അത്രയും ഭയങ്കര സ്റ്റേണായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡായിട്ടാണ് ആ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കക്ഷിയാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും അതിനെ കാണുന്ന ഒരു രീതി കൊണ്ട് ഞാൻ അറിഞ്ഞത്, ആളെ വീട്ടിൽ അതിലൊരു ബുക്കിൽ ആളെ പെങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, സിസ്റ്ററെ കുറിച്ചിട്ട് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ വീട്ടിലെ പ്രഷർ കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു മനുഷ്യനാണ്. വീട്ടിൽ ഒരു റൂമിലൊറ്റയ്ക്ക് അടച്ചിരിക്കുകയാണ് അവസാന ഘട്ടത്തിൽ നിന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് പ്രതിഭടൻ ഉൾപ്പെടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ അടങ്ങിയ ഒരു മാധ്യമങ്ങളും സ്ക്രോൾ ന്യൂസിൻ്റെ അപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് ഒരു ചർച്ച എവിടെ വന്നിട്ടുമില്ല. അപ്പം എന്താണ് നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ സംസാരിക്കുന്നത്, നമ്മളിപ്പം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും താല്പര്യമല്ല, അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് എടുത്ത് ആരും കാണാനുണ്ടാവുമല്ലോ എന്നോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നുള്ള പ്രതിഭട്ടനോട് ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ ഇതിൽ മറുചോദ്യം കൂടി ചോദിക്കുകയാണ്. പ്രതിഭട്ട ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ച ഡോക്ടർ വളരെ പ്രസിദ്ധനായിട്ടുള്ള വൃക്ക ഡോക്ടറാണ്. അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ പ്രമുഖനായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട്, അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഫാദറിനെയൊക്കെ ഹെൽപ്പ് ചെയ്തത് ഈ ഡോക്ടറാണ്. അപ്പോൾ ആ മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ്: ഇത്രയും പ്രായം ചെന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടർ കേരളത്തിൽ അദ്ദേഹത്തെക്കാൾ വലിയ മികച്ച ഒരു ഡോക്ടർ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം എന്തിനത് ചെയ്തു എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഓരോ മനുഷ്യർക്കും പലതരത്തിലുള്ളൊരു അവരുടെ സാഹചര്യം, പ്രത്യേകിച്ച് അവർക്ക് കിട്ടുന്ന ഇൻവോൾവിങ് എന്ന് പറയുന്നത്, നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കാരണം ഇപ്പം നമുക്ക് ഒത്തിരി ഈ സമൂഹത്തിൽ അറിവുള്ളവർ ഒത്തിരി പേരുണ്ട്. അറിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ അറിവിലും പ്രാദേശികമായിട്ടുള്ള പരിസരത്തിൻ്റെ അറിവിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ അറിവെന്ന് പറയുന്നത്. അപ്പം നമ്മളെക്കുറിച്ചുള്ള അറിവുകൾ, പ്രത്യേകിച്ച് ഈ സമൂഹത്തെക്കുറിച്ചുള്ള അറിവുകൾ വളരെ പരിമിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനടക്കമുള്ള സമൂഹം, നിങ്ങളടക്കമുള്ള നമ്മളടക്കമുള്ള സമൂഹം ജീവിക്കുന്നത്. ആ സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ, അയാളുടെ ലൈംഗികതയെ അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അയാൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ അതിനെ ഇഗ്നോർ ചെയ്യുകയും ആ മനുഷ്യൻ്റെ ജീവിതത്തെ റദ്ദ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും ഈ നമ്മൾ തടവിലാവുന്നത്. കാരണം കാതൽ എന്ന് പറയുന്ന സിനിമ ഞാൻ ജിയോയുടെ കൂടെ ഇരുന്ന കണ്ടത്, ജിയോ ബേബിയുടെ കൂടെ ഇരുന്ന കണ്ടത്. ജിയോൻ്റെ മുമ്പത്തെ സിനിമകളും സംസാരിച്ചിട്ടുണ്ട്, ഞാൻ വിമർശിച്ചിട്ടുണ്ട്, കാതലിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി സിനിമകൾ മലയാളത്തിൽ സ്ത്രീകളുടെ, ക്വയർ മനുഷ്യരുടെ ഒക്കെ പലരും എടുക്കുന്നുണ്ട്. അത് അവരുടെ പെർസ്പെക്റ്റീവിൽ മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ജിയോൻ എനിക്ക് അതിൽ സമ്മതിക്കാതെ തരവില്ല. കാരണം അല്പമെങ്കിലും അല്ലെങ്കിൽ കുറച്ചെങ്കിലും നീതിബോധത്തോടു കൂടി ഒരു കലയെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ജിയോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ജിയോ പെട്ടെന്നല്ല അത് ചെയ്തിരിക്കുന്നത്. ജിയോ ഈ മനുഷ്യരുമായിട്ട് നിരന്തരമായി ഇടപെട്ടിട്ടുണ്ട്, അതിനുള്ളൊരു കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട്. അതിന് കൃത്യമായിട്ട് അത്തരം ആളുകളിലേക്ക് എത്തിച്ചേരുകയും അവരുടെ മാനസിക ജീവിതങ്ങളെയും ശാരീരിക ജീവിതങ്ങളെയും പരിസരങ്ങളെയും ജീവിതങ്ങളൊക്കെ അടുത്തറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ജിയോ അത് ചെയ്യുന്നത്. ഐ തിങ്ക് 3 വർഷത്തിന് മുമ്പ് ഇത് ആലോചിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റൊന്ന്, മമ്മൂക്കയെ പോലൊരു ആൾ ഇത്തരം വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇപ്പോഴൊന്നുമല്ല. അതിനു മുമ്പ് അദ്ദേഹം പലതുമായിട്ട് സംസാരിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യം ട്രാൻസ്ജെൻഡറായിട്ട് അഭിനയിച്ച അഞ്ജലി പേരൻപ് എന്ന പറയുന്ന മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടാൻ തന്നെ കാരണം മമ്മൂക്കയാണ് മലയാള ഒരു ഫിലിം മാഗസീൻ്റെ കവറ് റാമിനെ കാണിക്കുന്നത്. അപ്പം പക്ഷേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, ചിന്താശേഷിയുണ്ട്, മറ്റിതുണ്ട്. പക്ഷെ അതേസമയം മറ്റ് മനുഷ്യരോട് കാണിക്കുന്ന ഒരു ഇത് തന്നെയാണ് പലപ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റാത്തത്.
നമ്മുടെ എന്തും ആയിക്കൊള്ളട്ടെ, പക്ഷെ മറ്റൊരാൾക്ക് വേദന കൊടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് പോവാതിരിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പം ഈ സിനിമ എടുത്തു, ഇവിടെയൊക്കെ സംസാരിക്കുന്നു. ബട്ട് ഇത് അറബ് രാഷ്ട്രങ്ങളിൽ 7 സ്ഥലങ്ങളിൽ ബാനായിരുന്നു. 7 സ്ഥലങ്ങളിൽ ബാനായിരുന്നു. അപ്പോൾ ഇതാരാ കാണുന്നത്? മലയാളീസ് ആയിരിക്കില്ല എന്തായാലും കാണുക. അപ്പോൾ അവിടെ വരെ ഈ സിനിമ ബാൻ ആവാനുണ്ടായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ അത്രത്തോളം ഹോമോഫോബിക് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ്, ഞാൻ പറഞ്ഞത് സൊസൈറ്റീനെയല്ല, ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെയല്ല, ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ല, ശീതളിന് അറിയാമല്ലോ 2015 സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം അപ്പം അത്രയും വർഷമായിട്ടുള്ളൂ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചിട്ട് ഒരു രാജ്യത്ത്. നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? ഹോമോസെക്ഷാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, ബൈസെക്ഷാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്, ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റീനെ കുറിച്ച് സംസാരിക്കുന്നത്, ക്യൂർ ഐഡൻറ്റിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്, ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഫെമിനിസത്തിൻ്റെ ഒരു ഏരിയയെ പോലും ഇപ്പോഴും പ്രശ്നം. ഇപ്പോൾ ഹേമ കമ്മിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഈ ഹേമ കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാ? ഇവിടുത്തെ സിനിമാ ലോകമാണ്. ഈ സിനിമാ ലോകത്ത് ഈ പറയുന്ന ഇപ്പോൾ ഇരിക്കുന്ന പുരുഷാധിപത്യം നിറഞ്ഞ അല്ലെങ്കിൽ പേട്രിയാർക്കിൽ അഭിരമിക്കുന്ന എല്ലാവർക്കും പെൺമക്കളുണ്ടാവും അറിയാലോ. അവർക്കും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുമെന്ന് അറിയാലോ. അപ്പോൾ ഇനിയിപ്പോൾ അവരെപ്പോഴാണ് ഇനി സപ്പോർട്ട് ആരെയാണ് ഇനി സപ്പോർട്ട് ചെയ്യേണ്ടത്? എപ്പോഴാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? അപ്പോൾ കേവലം എപ്പോഴും ഇത് പലപ്പോഴും ഒരു ജെൻഡർ സെൻസിറ്റീവായിട്ടുള്ള വിഷയമായിട്ടാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഹോമോസെക്ഷുവാലിറ്റിയെയും ജെൻഡറിനെയും ഫെമിനിസത്തെയും അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ശരികളെ നമ്മൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ എല്ലാവരും കരുതുന്നത് ഇത് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായതാ. അല്ല, ഇതെപ്പോഴോ ഉണ്ട്, പക്ഷെ നമ്മളതിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ പരിസരങ്ങൾ നമുക്കൊരു പക്ഷേ നമ്മുടെ ഈ സെഷൻ അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് ശീതളിന് സമ്മപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയത്തിൽ തന്നെ, അതായത് ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞു വന്ന വിഷയത്തിൽ ശീതൾ എടുക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ എത്രമാത്രം അതിന് ഒരു എന്താ പറയുക സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ആത്മവിശ്വാസം നിലനിൽക്കുന്നുണ്ടോ? അതല്ല നമ്മൾ ഈ പറയുന്ന നമ്മുടെ സംവാദ വിഷയത്തിൻ്റെ തലക്കെട്ടായ ഡെമോക്രസി, ജനാധിപത്യം എന്ന ആ ഒരു തലക്കെട്ടിലേക്ക് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എവിടെ എത്തി നിൽക്കുന്നു, എന്താകാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. അത് ഒരു പക്ഷേ ശീതളിന് ഒരു അവസരം കൂടി തരാൻ പറ്റുന്നു. അഞ്ജനയ്ക്ക് ഈ ഡോക്ടർ ബിജുവിൻ്റെ കാര്യത്തിൽ ഒന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ ഡ്രോപ്പ് ഔട്ടായി പോയ ആളാണ്. അതേ സ്കൂളിൽ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പോലീസിൻ്റെ അടി കൊണ്ടിട്ടുള്ള ആളാണ്. അതേ പോലീസിന് ഞാൻ തൃശ്ശൂർ രാമവർമ്മപുരം അക്കാദമിയിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ നവീകരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ നിന്നും ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടേ മുന്നേറാൻ പറ്റുള്ളൂ. അവെയർ ആയിക്കൊണ്ടേ നമ്മളെ നവീകരിക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് പൂർണ്ണമായിട്ടും ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഈ നാട് എന്നെങ്കിലും എല്ലാ മനുഷ്യർക്കും തുല്യമായിട്ടുള്ള സ്വീകാര്യത കൊടുക്കുന്നൊരു സ്ഥലമായി തീരുമെന്നുള്ളത്. അതിനപ്പുറം എനിക്ക് എന്താ പറയാൻ സാധിക്കുക? അപ്പം ഇതുപോലുള്ള സംവാദ സദസ്സുകൾ, അതിലെ താങ്കളുടെ സാന്നിധ്യവും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ 10 പേരെ ഉണ്ടായിരിക്കുള്ളൂ കേൾക്കാൻ, 5 പേരെ കാണൂ, അതല്ലല്ലോ അത്. അപ്പം എനിക്കിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും എൻ്റെ കൂടെ ഇരിക്കുന്നത് വളരെ സന്തോഷകരമാണ്. കാരണം ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, ഈ ഇരിക്കുന്ന എല്ലാവരും അല്ലേ. ഇവരെ എനിക്ക് നേരത്തെ അറിയാം, സുധിച്ചേട്ടനെ അറിയാം, അഞ്ജനേനെ അറിയാം, സാറിനെയും നമ്മൾ ഒരുമിച്ചൊരു വേദി പങ്കിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അറിയാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരു കോഴ്സിനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതീക്ഷയാണ്. നമുക്കൊപ്പം ആളുകളുണ്ട്, നമുക്ക് പ്രശ്നം വന്നാൽ ഇവരുടെ അടുത്ത് പറയാം, അവർ നമ്മുടെ കൂടെ നിൽക്കും. അപ്പം ഈ പറയുന്ന പേടി കൊണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ഒരു സമൂഹം, എനിക്ക് പേടിയില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റങ്ങൾ കൊണ്ടാണല്ലോ ഞാനിന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്നെ കാണുമ്പോൾ കാറി തുപ്പിയിരുന്ന, ഉപദ്രവിച്ചിരുന്ന, സെക്ഷൽ അബ്യൂസ് ചെയ്തിരുന്ന, നീക്കി നിർത്തിയിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഞാൻ ഇന്ന് അഭിമാനത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിൻ്റെ മാറ്റമാണ്. അതിവിടുത്തെ ഓരോ മനുഷ്യരുടെയും ചിന്താഗതിയുടെയും ആശയത്തിൻ്റെയും മാറ്റമാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇപ്പോഴും ഈ പറയുന്ന മാറ്റങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും ഈ പറയുന്ന ആക്രമണവും ഡിസ്ക്രിമിനേഷനും സ്റ്റിഗ്മയും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
താങ്കൾ ഫെമിനിസത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ സമയത്തായിരുന്നു ആ ഫെമിനിസത്തെ പറ്റി ഞാൻ പറയുമ്പോൾ അവസാനിപ്പിക്കേണ്ട സമയം കൂടി ആയതുകൊണ്ട് ആരാണ് ഫെമിനിസ്റ്റ് എന്നുള്ളതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. ഓക്കെ, സോ എന്താണ് ഫെമിനിസം എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിട്ട് ആരൊക്കെയാണ് ഈ ഫെമിനിസ്റ്റുകൾ ഈ പറയുന്ന ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവാദം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ന്യൂസ് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഹാപ്പൻ ചെയ്യുന്ന സമയത്ത് അതിൽ സ്ത്രീകളെ ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തിയിട്ട് അവരെ അങ്ങ് വിക്ടിമൈസ് ചെയ്തിട്ട് അത് പൊളിറ്റിക്കലി പ്രൊപ്പഗാൻഡ രീതിയിൽ പല കാലാകാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഫെമിനിറ്റി എന്നും ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഈ ബാഡ് വേർഡ് ഇറ്റ്സ് ലൈക്ക് കാറ്റ് ഫൈറ്റ്സ്. ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് കാറ്റ് ഫൈറ്റ്സാണ്. കാറ്റ് ഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് പെണ്ണുങ്ങൾ തമ്മിലുള്ള അടികൾ. ഏതെങ്കിലും ഇപ്പം ദീപിക പടുക്കോണും പിന്നെ ആലിയ ഭട്ടും തമ്മിൽ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കോൺവെർസേഷൻസ് ഡിസ്കഷൻസ് ആ ഒരു ജ്യൂസി എലമെൻറ്റ് കൊണ്ടുവരികയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന സമയത്തുള്ള ഡിസ്കഷനുകളിലും കാണാം. ഓപ്പോസിറ്റിൽ നിന്ന് ഒരു സ്ത്രീയെ പിടിച്ചിട്ടിട്ട് എതിരഭിപ്രായം പറയിപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ സോൾ പേർപ്പസ് ഡൈല്യൂട്ടായി പോകുന്നു എന്നുള്ളടുത്ത് കംഫർട്ട് സോണിലിരിക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും സ്പേസ് ഉള്ളൊരു ലോകമാണ് കേരളം, എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസ്ഥകൾ കിട്ടുന്നുണ്ടെന്നുള്ളത് കംഫർട്ട് സോണിലിരിക്കുന്ന ആളുകൾക്ക് നോക്കി കാണുമ്പോൾ തോന്നും. അവനവൻ എന്താ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നത് എന്നുള്ളത് അവനവന് മാത്രമേ അറിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ ഫെമിനിസ്റ്റുകൾ അവരുടെ ഐഡിയോളജിയിൽ നിന്നും മാറിപ്പോകുന്നുണ്ടോ, അവരുടെ സോൾ പർപ്പസിൽ നിന്നും മാറിപ്പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് നമ്മൾ എല്ലാവരും കൂടി ശ്രമിക്കണത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച ഐഡിയ? ആ ഐഡിയ എന്ന് പറഞ്ഞൊരു സാധനയേ ഇല്ല. സമാധാനവും എല്ലാവർക്കും തുല്യമായി സന്തോഷകരമായി ഫ്രീ ആയിട്ട് പീസ്ഫുള്ളി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവുക, അത് ഡെമോക്രാറ്റിക്കായി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. അതിൽ എൻ്റെ നീഡ് വുഡ് ബി ഡിഫറെൻറ്റ്. ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത് പോലെ അക്കാഡമിഷ്യനും ഫിലോസഫറും ഷീ ഹാസ് ഓൾസോ ഫേസ്ഡ് എ ലോട്ട് ഓഫ് ക്രിറ്റിസിസം ഇൻ ഹെർ തിയറീസ്. അതിൽ പറയുന്നത് ദർ ഇസ് നോ സ്പെസിഫിക് ജെൻഡർ തിയറി കീപ്സ് ഇവോൾവിങ്. നമ്മളെല്ലാവരും അൺലേൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴാണെങ്കിലും മോഡറേറ്റ് ചെയ്തപ്പോഴാണെങ്കിലും ഇപ്പം നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിൽ അങ്ങനെ സ്വയം മരിക്കുക അല്ലെങ്കിൽ യു ആർ നോട്ട് സപ്പോസ് ടു യൂസ് സംബഡി കമ്മിറ്റഡ് സൂയിസൈഡ്, ഡൈഡ് ബൈ സൂയിസൈഡ് എന്ന് യൂസ് ചെയ്യാൻ പാടും. അത്രയും സെൻസിറ്റീവും വളരെ കെയർഫുള്ളിയും ഡീൽ ചെയ്യേണ്ട ഒരു ആസ്പെക്റ്റാണ് മെൻ്റൽ ഹെൽത്ത്. അപ്പം നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുക. 2018 എൻ്റെ വാർത്തകൾ എടുത്തു നോക്കിയാൽ ഞാൻ ഒരിക്കൽ നിങ്ങളുടെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമേൻ്റെ തിയേറ്ററിൻ്റെ സ്റ്റോറി എഴുതിയപ്പം ഹെഡ്ലൈനിൽ ട്രാൻസ്ജെൻഡേഴ്സ് കേരളാസ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ തിയേറ്റർ ഗ്രൂപ്പ് ബൈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് എഴുതി. ദർ ഇസ് നോ വേർഡ് കോൾഡ് ട്രാൻസ്ജെൻഡേഴ്സ്, ഇറ്റ്സ് ട്രാൻസ് പേഴ്സൺസ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു വേർഡില്ല. അത് ഞാൻ അന്നാണ് പഠിക്കുന്നത്. സോ നമ്മളിങ്ങനെ ഇവോൾവ് ചെയ്ത് അൺലേൺ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ആരും കുറ്റക്കാരില്ല എന്ന് പറയുമ്പം അതിനകത്ത് ഒരു ജെൻഡറും കുറ്റക്കാരല്ല, നമ്മളാരും കുറ്റക്കാരല്ല. ഇവിടെ ഡെമോക്രസിയും ഇക്വാലിറ്റിയും ജെൻഡർ പാരിറ്റിയും വന്നു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഉപകാരമാണ്. സ്ത്രീകളും പുരുഷന്മാരും LGBTIQ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഒരുപോലെ ജോലി ചെയ്ക്ക് പോവുകയും ഒരുപോലെ വീടുകളിലേക്ക് സമ്പാദ്യങ്ങൾ കൊണ്ടുവരികയും ഒരുപോലെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സമാധാനം ഉണ്ടാവുക. അവിടെ അതൊരു ഉത്സവമായിരിക്കും. ഇടപെടുകയാണ്, നമ്മുടെ സമയവും അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞതെന്ന് നമുക്ക് സമപ്പ് ചെയ്യാവുന്ന ഞാൻ അവസരം തരാം. ഈ വാചകം പൂർത്തിയാക്കിയ അവസരം. അതായത് ഇത് ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ള യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു മറുമരുന്ന് എനിക്കെന്ന് തോന്നുന്നു. ഇതൊരു വിമൻ അല്ലെങ്കിൽ എന്താ പറയുക ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ് പേഴ്സൺസ് അവരുടെ ഒരു പ്രശ്നമല്ല, ഇത് മൊത്തം സമൂഹത്തിനെ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. ഡോക്ടർ ബിജുവിനെ ആ ഫ്രിക്ഷൻ എലമെൻ്റ് ഒന്ന് കത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതോടെ പറഞ്ഞിട്ട് നമ്മുടെ പ്രേക്ഷകരിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വരാവുന്നതാണ്. ഒരവസരം ഒരുക്കുന്നു നമ്മുടെ പാനലിസ്റ്റുകളോട് സംസാരിക്കാം. ചർച്ചകളോടൊന്നും യോജിപ്പല്ല, എല്ലാത്തിനോടും ചേരുകയാണ്. നന്നായി പറയുന്നു.
ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ആദ്യത്തെ ലക്ഷ്യം തന്നെ റൈറ്റ് ടു വോട്ടിന് വേണ്ടിയാണ് അവർ നിലകൊണ്ടത്. നമ്മൾ ജനാധിപത്യമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ തന്നെ ജെൻഡർ എന്ന് പറഞ്ഞൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒന്നല്ല, അത് ഉറച്ച ഒന്നല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ഫ്ലൂയിഡാണ്, ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ പോകുന്നൊരു ജെൻഡറിനെ നമ്മൾ ഒരു നാച്ചുറലിസ്റ്റിക് എസെൻഷ്യലിസ്റ്റ് ആർഗ്യുമെൻറ്റിൽ പെടല്ലേ എന്നുള്ളതാണ്. അറിയാതെ ചിലവർ പെടുന്നോ ഈ ഗ്രൂപ്പിൽ തന്നെ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവർ അറിഞ്ഞോ അറിയാതെ പെടുന്നതായിരുന്നു ഞാൻ മുന്നോട്ടേക്ക് വയ്ക്കാൻ ശ്രമിച്ചത്. അതോടെ നിൽക്കട്ടെ. എന്തായാലും ഇവിടുത്തെ കൺസേൺ ഏതെങ്കിലും ജെൻഡറിനോടല്ല, അതിലുപരി മാം പറഞ്ഞ സെൻറ്റൻസ് എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. സമാധാനപരമായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് വ്യത്യസ്തമായ മേഖലയിൽ നിൽക്കുന്ന, വ്യത്യസ്ത ജെൻഡറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പല മനുഷ്യരും ഒന്നിച്ച് മനുഷ്യരുടെ സമാധാനത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയും ചിന്തയും ഒക്കെയാണ് ഇവിടെ നമ്മൾ ഒന്നിപ്പിക്കുന്നതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. നന്നായിരിക്കുന്നു പറഞ്ഞത്. തുടർന്ന് ചർച്ച തുടരുകയാണ്, മോഡറേറ്റർ കൊണ്ടുപോവുകയാണ്. ചർച്ച ഇനി അധികം തുടർന്ന് കൊണ്ടുപോകുന്നില്ല, എവിടെ എത്തുന്നില്ല. ശ്രുതിക്കും പറയാനുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ അഭിപ്രായങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ടോ? നമ്മളെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടോ? വേണ്ട, ശ്രുതി പറയും. ഒറ്റ എനിക്ക് എൻ്റെ കാതലിന് ശേഷമുള്ള ഒരു അനുഭൂതി പറയണം ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഭൂരിഭാഗം ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അവരവരെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ, നിർബന്ധമായിട്ടും. കാരണം കാതൽ കണ്ടിട്ട് എന്നെ ഒരു ഓമനെ വിളിച്ചിട്ടുണ്ട്, ഓമനയെപ്പോലുള്ള ഒരാൾ. ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്. അവരെ കൂടുതൽ പറഞ്ഞിട്ടില്ല, ഞാനൊരു ഓമനയാണെന്ന് അവർ പറഞ്ഞു. അപ്പം അത് നിർബന്ധിതമായിട്ട് വിവാഹം ചെയ്യപ്പെട്ട അവർ ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിൽ ഒരിക്കലും ഒരു ഹസ്ബൻഡ് ഈസ് എ ഗേ. അങ്ങനെ ഒരുപാട് പേര് എന്നോട് ഡോക്ടർ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഈ കഴിഞ്ഞല്ല മുന്നത്തെ IFK ഒരു സൈക്കാട്രിസ്റ്റ് എന്നോട് പറഞ്ഞു, അയാളെ പിന്നെ ട്രീറ്റ്മെൻറ്റ് വരുന്ന ഒരുപാട് ഫീമെയിൽ ഇതുണ്ട്. അവരെ ഹസ്ബൻഡ്സൊക്കെ 10-15 കൊല്ലമായിട്ട് ഗൾഫിൽ പോയി നിൽക്കുക. ബിക്കോസ് അവർ ഗേ ആണ്. അവർക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സൊസൈറ്റിയിൽ ഇവിടെ നിന്ന് എങ്ങനെ അത് ചെയ്യുന്നില്ല കൊണ്ട് വന്ന് 10-15 വർഷം അങ്ങനെ ഇഷ്ടംപോലെ കേസുകളെക്കുറിച്ച് ഞാൻ പറയുന്നത്, ദയവ് ചെയ്തിട്ട് പറയുന്നത്, ഇപ്പം നമ്മുടെ കുട്ടികളുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയാണ്. ഒരു റിക്വസ്റ്റാണ്. ഇപ്പം ഞാനും എൻ്റെ മക്കളെ ഞാൻ ഇടയ്ക്ക് അവരോട് സംസാരിക്കും, ഇങ്ങനെ തമാശ രൂപനുണ്ട് എന്താണെന്ന് അവരുടെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊക്കെ കാതലിന് ശേഷമായിട്ട് മനസ്സിലാക്കി. അതാ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഇവിടെ ഇരിക്കേണ്ട ആളല്ല, അവിടെ വന്നിരിക്കേണ്ട ഒരാളാണ്. ഓക്കെ, നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം.